सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ॐ शान्ति शान्ति शान्तिः। ॐ वागीशाद्यासु मनसः सर्वार्थानामुपक्रमे यन्नत्वा कृतकृत्या स्युः तन्नमामि गजाननम्। दोर्भिर्युक्ता चतुर्भिः स्फटिकमणिमयीम् अक्षमालां दधाना हस्तेनैकेन पद्मं सितमपि च शुकं पुस्तकं चापरेण। भासा कुन्देन्दुशङ्खस्फटिकमणिनिभा भासमाना समाना सा मे वाग्देवतेयं निवसतु वदने सर्वदा सुप्रसन्ना। ब्रह्मानन्दं परमसुखदं केवलं ज्ञानमूर्तिं द्वन्द्वातीतं गगनसदृशं तत्त्वमस्यादिलक्ष्यम्। एकं नित्यं विमलमचलं सर्वधी साक्षिभूतं भावातीतं त्रिगुणरहितं सद्गुरुं तं नमामि। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमामस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। श्रुतिस्मृतिपुराणानामालयं करुणालयं नमामि भगवत्पादं शङ्करं लोकशङ्करम्। यस्मिन् सर्वं यदः सर्वं यः सर्वं सर्वदृक्तथा सर्वभावपदातीतं बोधानन्दं स्मराम्यहम्। कोमलं कूजयन् वेणुं श्यामलोऽयं कुमारकः यं प्रव्रजन्तमनुपेतमपेतकृत्यं द्वैपायनो विरहकादर आजुहावा पुत्रेति तन्मयतया तरवोऽभिनेतु तं सर्वभूतहृदयं मुनिम् आनतोऽस्मि। ഹരി ഓം. ശ്രീമദ്ഭാഗവതത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു ഭാഗമാണ് നിമി നവയോഗി സംവാദം. ഭാഗവതം ഏതൊരു ആത്യന്തിക ലക്ഷ്യത്തോടു കൂടിയാണോ ഉപദിഷ്ടമായിട്ടുള്ളത്, ആ ലക്ഷ്യസാക്ഷാത്കാരത്തിൻ്റെ വിഷയത്തിൽ സമുചിതമായി ഉപദേശങ്ങൾ നൽകുന്ന ഭാഗമാണ് ഏകാദശസ്കന്ധം. അതിൽ പ്രസിദ്ധങ്ങളായിട്ടുള്ള ഉപദേശങ്ങളാണ് നവയോഗികൾ നൽകുന്നത്. കലികാലം വരാൻ പോകുന്നു, ദോഷപരിഹാരാർത്ഥം കലികാലത്തിൽ വന്നു ചേരുന്ന ഭവിഷ്യത്തുകളൊക്കെ ഒഴിവാക്കുന്നതിനു വേണ്ടി എല്ലാവരും പിണ്ഡാരകത്തിലേക്ക് പോകണം എന്ന് ഭഗവാൻ നിർദ്ദേശം നൽകി. അങ്ങനെ സകലരും, യാദവന്മാരെല്ലാവരും പിണ്ഡാരകത്തിൽ എത്തിച്ചേർന്നു. വിശ്വാമിത്രാദി മഹർഷീശ്വരന്മാരൊക്കെ അവിടെ സന്നിഹിതരായിരുന്നു. ഈ സമയത്ത് ഭഗവാന്റെ അന്തഃപ്രേരണ കൊണ്ട് ഭൂഭാരം തീർക്കാൻ അവതീർണനായ ഭഗവാൻ യദുകുലം, തീർച്ചയായിട്ടും മറ്റ് അസുരന്മാരെയൊക്കെ ഇല്ലാതാക്കാൻ, അസുരപ്രഭൃതികളെ, ദുഷ്ടബുദ്ധികളെയൊക്കെ ഇല്ലാതാക്കാൻ യദുക്കൾ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ യദുക്കൾ ഭൂമിക്ക് ഭാരമായി മാറും എന്നറിയുന്ന ഭഗവാൻ യദുക്കളെ ഹനിക്കുന്നതിന് വേണ്ടി സംവിധാനമൊരുക്കി. അത് പ്രകാരമാണ് വിശ്വാമിത്ര മഹർഷീശ്വരന്മാരെയൊക്കെ പരിഹസിക്കുന്നതിന്
കുട്ടികൾക്ക് തോന്നിയത് ഭഗവാന്റെ പുത്രന്മാരിൽ സാമ്പനെ സ്ത്രീവേഷം ധരിപ്പിച്ച് പൂർണ്ണ ഗർഭിണിയായിട്ട് കൊണ്ടുവന്ന് മുനിമാരുടെ മുന്നിൽ അവതരിപ്പിച്ചു. എന്നിട്ട് മഹർഷീശ്വരന്മാരോട് നിർലജ്ജം കുട്ടികൾ ചോദിച്ചു, ഈ പൂർണ്ണ ഗർഭിണി പ്രസവിക്കുന്ന കുട്ടി ആൺകുട്ടിയാവുമോ പെൺകുട്ടിയാവുമോ, ഇരുമ്പൊലൊക്കെയാവും എന്ന് മറുപടി പറഞ്ഞു. അങ്ങനെ യദുകുലനാശം ഉറപ്പായി. ഇതിന് ശേഷമാണ് വസുദേവർ ദേവകി സമേതനായി ശ്രീനാരദരെ സന്ദർശിച്ച് കലികാലം വരാൻ പോണു, സംഗതികളൊക്കെ അവതാളത്തിലാവുന്നു, ഞങ്ങൾക്ക് മുക്തിക്കുള്ള ഉപദേശം തരണം എന്ന് പ്രാർത്ഥിച്ചത്. ബ്രഹ്മം സ്ഥഥാഭിപൃച്ഛാമോ ധർമാൻ ഭാഗവതാംസ്തവ യാൻ ശ്രുത്വാ ശ്രദ്ധയാ മർത്യഃ മുച്യതേ സർവതോ ഭയാത്. ഈ ചോദ്യം വളരെ ഉത്തമമാണ്. ചോദ്യം തന്നെ ഹൃദിസ്ഥമാക്കുന്നത് കൊള്ളാം. വസുദേവരുടെ വലിയൊരു സങ്കടം സാക്ഷാൽ ഭഗവാൻ തന്നെ വസുദേവ പുത്രനായിട്ട് പിറന്നു. ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, യുവാമാം പുത്രഭാവേന ബ്രഹ്മഭാവേന ച അസകൃത് ചിന്തയന്തോ കൃതസ്നേഹോ യാസ്യേധേ മദ്ഗതിം പരാം എന്ന്. നിങ്ങളെന്നെ പുത്രഭാവത്തിലും അതുപോലെ ബ്രഹ്മഭാവത്തിലും കണ്ടുകൊള്ളണം. അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മുക്തിക്ക് ഉപകാരമാകും എന്ന് ഭഗവാൻ നേരിൽ പറഞ്ഞതാണ്. പക്ഷേ പുത്രവാത്സല്യം മുന്നിട്ട് നിന്നതുകൊണ്ട് സാക്ഷാൽ ബ്രഹ്മസ്വരൂപിയാണ് ഭഗവാൻ എന്ന് കാണാനും ആരാധിക്കാനും വസുദേവർക്കും ദേവകിക്കും സാധിച്ചില്ല. അതുകൊണ്ടോ നിർഭയ സാക്ഷാത്കാരം സാധിച്ചില്ല. ആ സങ്കടമാണ് ഇവിടെ നാരദരോട് വ്യക്തമാക്കുന്നത്. ഭഗവാന്റെ പിതാവായിട്ട് പോലും മോഹിത ദേവമായയാ, ദേവമായയാ മോഹിത, ദേവമായ കൊണ്ട് ഞാൻ മോഹിക്കപ്പെട്ടവനായി പോയി. അതുകൊണ്ട് സകല ദുഃഖവും അതിക്രമിക്കുന്നതിന്, നിർഭയനിഷ്ഠ കൈവരിക്കുന്നതിന് സഹായകമായ ഉപദേശത്തെ തരണം. ഹേ നാരദ ഋഷേ, അങ്ങ് സുവ്രതനാണ്, ഭാഗവതധർമ്മത്തെ ഉപദേശിച്ചാലും എന്ന് പ്രാർത്ഥിച്ചു. ഭാഗവതധർമ്മം ലോകമലാപഹമാണ്. സകല ലോകങ്ങളുടെയും സർവദുഃഖ ദുരിതങ്ങളെയും അശുദ്ധിയെയും ഒക്കെ നീക്കാൻ സമർത്ഥമാണ് ഭാഗവതധർമ്മം. കേൾക്കുന്നവർക്കും ആദരിക്കുന്നവർക്കും പറയുന്നവർക്കും ധ്യാനിക്കുന്നവർക്കും ഒക്കെ ഉപകാരം ചെയ്യുന്നതാണ്. എത്ര വലിയ പാപികളെയും പരിശുദ്ധമാക്കാൻ ഭാഗവതധർമ്മത്തിന് സാമർഥ്യമുണ്ട്. അങ്ങനെ ഒരു ചോദ്യം ഭാഗവതധർമ്മം ഉപദേശിച്ചു തന്നാലും എന്ന് അങ്ങ് ചോദിക്കുക കാരണം ശ്രീ നാരദർ പറയുകയാണ്, ഞാൻ അനുഗ്രഹീതനായി. ഉത്തമമായ ചോദ്യമായി. ഏതായാലും നേരിട്ട് അങ്ങേക്ക് ഞാനൊരു ഉപദേശം തരുന്നില്ല, പകരം ഇതേ ചോദ്യം മറ്റൊരു ഗംഭീര സഭയിൽ വെച്ച് ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അതിന് സന്നിഹിതരായിരുന്ന ഋഷീശ്വരന്മാർ നൽകിയ മറുപടി ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരാം എന്ന് നാരദർ വസുദേവരെയും ദേവകിയെയും ആശ്വസിപ്പിച്ചുകൊണ്ട് നിമി നവയോഗി സംവാദം അവതരിപ്പിക്കുന്നു. ഇതാണ് മുനിവാണികൾ. നിമി ചക്രവർത്തി നവയോഗീശ്വരന്മാരോട് ഇതേ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ആരാണ് നവയോഗീശ്വരന്മാർ?
സ്വയംഭൂമനുവിൻ്റെ മൂത്ത പുത്രൻ പ്രിയവ്രതൻ, അദ്ദേഹത്തിൻ്റെ മൂത്ത പുത്രൻ അഗ്നീധ്രൻ. അഗ്നീധ്രൻ 9 പുത്രന്മാരിൽ മൂത്തവനായിട്ടുള്ള നാഭിക്ക് മേരുദേവിയിൽ പിറന്ന പുത്രനായിരുന്നു ഋഷഭൻ. ഋഷഭൻ അവധൂത വൃത്തിയിൽ മാതൃക കാണിച്ചുകൊണ്ടാണ് ലോകം ഉപേക്ഷിച്ചത്. ഋഷഭദേവന് 100 പുത്രന്മാരുണ്ടായിരുന്നു. മൂത്ത ആള് ഭരതൻ വളരെ പ്രശസ്തനായി. അജനാഭം എന്ന ഈ ഭൂപ്രദേശത്തിന് ഭാരതം എന്ന പേര് വരാൻ കാരണം ശ്രീമദ് ഭാഗവതത്തിൻ്റെ ദൃഷ്ടിയിൽ ഈ ഭരതൻ നാട് ഉത്തമമായി ഭരിച്ചതുകൊണ്ടാണത്രേ. മറ്റ് സഹോദരന്മാരാകട്ടെ 9 പേര് 9 ദ്വീപുകളുടെ അധിപന്മാരായിട്ട് അവരോധിതരായി ഭരിക്കുന്നു. 81 പേര് കർമ്മതന്ത്ര പ്രണേതാക്കളായിട്ട് അങ്ങനെ ബ്രാഹ്മണ വൃത്തിയിൽ വിഹരിച്ചു. ഇനിയുള്ള 9 പേരാണ് നവയോഗികൾ എന്ന പ്രകാരത്തിൽ തത്വജ്ഞാന നിപുണന്മാരും മനനശീലന്മാരും സിദ്ധന്മാരും. അങ്ങനെ അവർ ലോക കല്യാണാർത്ഥം നിരന്തരം ചരിച്ചുകൊണ്ടേയിരിക്കും. കവിർ ഹരിർ അന്തരീക്ഷ പ്രബുദ്ധ പിപ്പലായന ആവിർഹോത്രോധദ്രുമിള ചമസക്കരഭാജന. ഇതാണ് അവരുടെ പേരുകളുടെ ക്രമം. കവി അന്തരീക്ഷൻ, പ്രബുദ്ധൻ പിപ്പലായനൻ, ആവിർഹോത്രൻ, ദ്രുമിളൻ, ചമസൻ, കരഭാജൻ. അനാസക്തരായിട്ട് ലോക കല്യാണാർത്ഥം ചരിക്കുന്ന ഈ നവയോഗീശ്വരന്മാർ യാദൃച്ഛികമായിട്ട് നിമി ചക്രവർത്തിയുടെ യാഗശാലയിൽ എത്തിച്ചേരാൻ ഇടയായി. മഹാഭാഗവതന്മാരെ യഥോചിതം സ്വീകരിച്ചിരുത്തിയ നിമി ചക്രവർത്തി സൂര്യ തേജസ്സുകൾക്കു മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് പരമപ്രീതിയോടെ സവിനയം പ്രാർത്ഥിച്ചു. മധുകൈഢഭന്മാരെ ഹനിച്ച് ഭഗവാന്റെ പാർഷദന്മാരാണല്ലോ നിങ്ങൾ, ഞങ്ങൾക്ക് വേണ്ടി ഭാഗവതധർമ്മത്തെ ഉപദേശിച്ചു തരണം. ലോകസംഗ്രഹാർത്ഥം ചരിക്കുന്ന നിങ്ങളുമായിട്ടുള്ള സംഘം ഉണ്ടായത് ബഹുജന്മ സുഹൃതം കൊണ്ടാണ്. സത്സംഗത്തെക്കുറിച്ച് പറയുക വൈകുണ്ഠ പ്രിയദർശനം. അത് സാധിക്കുക എന്നുള്ളത് എളുപ്പമല്ല. അതിന് വളരെ സുഹൃതം ആവശ്യമുണ്ട്. അതിനേക്കാൾ സുഹൃതം വേണം സത്സംഗത്തിന്. ക്ഷണാർദ്ധേനാപി തുലയേ നാ സ്വർഗം നാ പുനർഭവം. ഈ സത്സംഗത്തോട് തുലനം ചെയ്യാൻ ഒന്നുമില്ല. സ്വർഗപ്രാപ്തിയും ഒന്നും അതിന് തുല്യമല്ല. സത്സംഗം ലഭിച്ചാൽ പിന്നെ സ്വർഗപ്രാപ്തിയാകട്ടെ പുനർജന്മമാകട്ടെ ഒന്നും ഉണ്ടാവില്ല. ഭഗവത് സംഗി സംഗസ്യ മർത്യാനാം കിമുദാശിഷ. സ്വർഗത്തെക്കാളും ജന്മജന്മാന്തര പ്രയാണത്തെക്കാളുമൊക്കെ ശ്രേഷ്ഠമായിട്ടുള്ള ഈ ഒരു സത്സംഗം അത് യോഗിജന ദുർലഭമാണ്. അതുകൊണ്ട് നിധി പോലെയുള്ള ഈ സത്സംഗത്തിന് ഞങ്ങൾക്ക് അവസരം കിട്ടി. ഭാഗവതധർമ്മം ഉപദേശിച്ചു തരണം. അധികാരികളാണെങ്കിൽ ഭാഗവതാൻ ധർമാൻ ബ്രൂത എന്നാണ് പ്രാർത്ഥിച്ചത്. ഭാഗവതധർമ്മത്തെക്കുറിച്ച് നിമി ചക്രവർത്തി അന്വേഷിച്ചപ്പോൾ അതിന് ഉത്തരം പറയുന്നത് നവയോഗികളിൽ കവി എന്ന മഹർഷീശ്വരനാണ്. കവി ഉപദേശിക്കുന്നു. മന്യേ കുതശ്ചിത് ഭയമച്യുതസ്യ പദാംബുജോപാസനമത്ര നിത്യം ഉദ്ദിഗ്നബുദ്ധേരസദാത്മഭാവാത് വിശ്വാത്മനായത്ര നിവർത്തതേ ഭീ.
അസത്തിൽ, അതായത് ശരീരാദികളിൽ ആത്മഭാവം പുലർത്തി അഭിരമിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പലതരത്തിലുള്ള ഭയങ്ങളെ കൊണ്ടുമുള്ള സങ്കടം അത് അനിവാര്യമാവുന്നു. ഉദ്വിഗ്നബുദ്ധേഹേ, ഇപ്രകാരം പല സങ്കടങ്ങളാലും വേട്ടയാടപ്പെടുന്ന ബുദ്ധികൾക്ക് അകുതശ്ചിത് ഭയം, ഒന്നിൽ നിന്നും ഭയം ഏർപ്പെടാത്ത നിർഭയാവസ്ഥ വേണമോ, അതിന് അച്യുതസ്യ പാദാംബുജോപാസനം മന്യേ. അച്യുതൻ്റെ പാദോപാസനം, സാക്ഷാൽ വസുദേവപുത്രനായിട്ടുള്ള വാസുദേവൻ്റെ പാദാംബുജം ഭജിക്കുക, ഇതല്ലാതെ വേറൊരു ഉപായം ഇല്ല തന്നെ. യത്ര ഭീഹി നിവർത്തതേ, എവിടെയാണോ ദേവകീദേവി സ്തുതിയുടെ സമയത്ത് ഭഗവാനെ സ്തുതിക്കുമ്പോൾ പറയും, മർത്യൻ മൃത്യുഭയം കൊണ്ട് എങ്ങും ഓടുന്നു, ആ ഭയം ആരെ ഭയക്കുന്നുവോ. ഇതാണ് ഭഗവാന്റെ അവസ്ഥ. അച്യുതനെ ഒരു ഭയവും തീണ്ടുന്നില്ല. അച്യുത പദാംബുജം അത് ഭജിക്കുന്നവർക്കും ഒരു ഭയവും ഉണ്ടാവില്ല. യോ വൈ ഭഗവതാ പ്രോക്ത ഉപായാഹ്യാത്മലബ്ധയേ അഞ്ചപുംസാം അവിദുഷാം വിദ്ധി ഭാഗവതാൻ ഹിതാൻ. എന്താണ് ഭാഗവത ധർമ്മം എന്ന് പറഞ്ഞാൽ? ചില ധർമ്മങ്ങളെ, അനുഷ്ഠാനങ്ങളെ, അഭ്യാസങ്ങളെയൊക്കെ ഭഗവാൻ തന്നെ ഉപദേശിച്ചിരിക്കുന്നുവോ, യാതൊന്നുകൊണ്ട് ഭഗവത് പദപ്രാപ്തി ഉണ്ടാകുമോ, തത്വജ്ഞാനമുണ്ടാകുമോ, ഭക്തി വൈരാഗ്യ ജ്ഞാനാദികൾ സംസിദ്ധമാവുമോ, അതാകുന്നു ഭാഗവത ധർമ്മം. എന്താ ഭാഗവത ധർമ്മത്തിൻ്റെ പ്രത്യേകത? എത്ര വലിയ പാപിയായാലും വളരെ നിഷ്പ്രയാസം ഭഗവത് തത്വജ്ഞാന പ്രാപ്തി ഉണ്ടാവും എന്നുള്ളതാണ് പ്രത്യേകത. അവിദ്വാൻമാർക്ക് എളുപ്പത്തിൽ തത്വജ്ഞാന നിഷ്ഠ കൈവരിക്കണമെങ്കിൽ ഭാഗവത ധർമ്മത്തെ ആശ്രയിച്ചാൽ മതി. ഭാഗവത ധർമ്മങ്ങളെ അനുഷ്ഠിക്കുന്നവർക്ക് യോഗാനുഷ്ഠാനം മുതലായ യാതൊരു പ്രയാസങ്ങളുമില്ല. പറയുന്നു, കണ്ണടച്ചോടിയാലും ഇവിടെ ഒരു വീഴ്ചയാവട്ടെ, വ്യതിചലനമാകട്ടെ ഉണ്ടാവില്ല. ഇതാണ് ഭാഗവത ധർമ്മത്തിൻ്റെ പ്രത്യേകത. കവി മാമുനി ഭാഗവത ധർമ്മത്തെ സംഗ്രഹിച്ച് ഉപദേശിച്ചിരിക്കുന്നു. ഇത് ഈ ഉപദേശത്തിലെ മർമ്മപ്രധാനമായ ഉപദേശമാണ്. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ അനുസൃത സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയേതത്. ഇത് മതി. ശരീരം കൊണ്ടോ വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ ഇന്ദ്രിയങ്ങളെ കൊണ്ടോ ബുദ്ധി കൊണ്ടോ ഇനി ജന്മജന്മാന്തര വാസനാ സ്വാധീനം കൊണ്ടോ ശരിയാവട്ടെ തെറ്റാവട്ടെ ചെയ്യുന്നതൊക്കെ കരോമി യത് യത് അഹം കരോമി, ഞാൻ യാവ ചില കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുവോ സകലം പരസ്മൈ നാരായണായേതി, അതെല്ലാം പരമാത്മ വിഷയകമായ ജ്ഞാനം പ്രദാനം ചെയ്യാൻ സമർത്ഥനായ സകല നരന്മാർക്കും പരമ ആശ്രയമായി പരിലസിക്കുന്ന നാരായണനിൽ സമർപ്പിക്കുന്നു. ഈ സമർപ്പണ ബുദ്ധി ഉണ്ടെങ്കിൽ മതി. ഈ കാര്യമാണ് ഭഗവാൻ അർജുനന് കൊടുത്ത പ്രശസ്തമായ ഭഗവത്ഗീതയിൽ അവിടെ ആവർത്തിച്ചിട്ടുള്ളത്. മയ്യേവ മന ആധത്സ്വ മയി ബുദ്ധിം നിവേശയ നിവസിഷ്യസി മയ്യേവ അതൗർധ്വം ന സംശയ. എന്നിൽ തന്നെ
ഭവാന്റെ മനസ്സുറപ്പിക്കൂ, ബുദ്ധിയെ ഉറപ്പിക്കൂ. അങ്ങനെയാണെങ്കിൽ ഭവാൻ എന്നിൽ തന്നെ വർത്തിക്കും. ഈ വർത്തനമാണ് ലക്ഷ്യമിടേണ്ടത്. മറ്റൊരിടത്ത് ഭഗവാൻ പറയണു, മയ്യാസക്തമനാഃ പാർത്ഥ യോഗം യുഞ്ജൻ മദാശ്രയ. ആസക്തിയൊക്കെ ഭഗവാനിലേക്ക്, ആശ്രയത്വവും ഭഗവാനോട്. ഇപ്പം നമ്മുടെ ആസക്തികളൊക്കെ പല വിഷയങ്ങളിലും അധിഷ്ഠിതമാണ്. നാം ആശ്രയിക്കുന്നതാകട്ടെ മറ്റു പല ഘടകങ്ങളെയുമാണ്. ഭാര്യാസക്ത രാജാശ്രയ. ഭാഷ്യകാരന്മാർ ചില ദൃഷ്ടാന്തങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കും. 7-ാം അധ്യായത്തിൽ, ഭഗവത്ഗീതയിലെ 7-ാം അധ്യായത്തിലെ പ്രഥമ ശ്ലോകത്തിൽ, വ്യാഖ്യാന ഭാഗത്ത് ചിലർ ഭാര്യയിൽ ആസക്തനായിരിക്കും, പക്ഷെ രാജഭൃത്യൻ രാജാവിനെയാണ് ആശ്രയിക്കുന്നത്. അപ്പം നമ്മുടെയൊക്കെ ആശ്രയത്വങ്ങളും ആസക്തികളുമൊക്കെ എവിടെ ഇരിക്കുന്നു എന്ന് അന്വേഷിക്കണം. അതൊക്കെ ഭഗവാനിലേക്ക് തിരിച്ചു വിട്ടു കഴിഞ്ഞാൽ മതി. യത് കരോഷി യത് അശ്നാസി യജ്ജുഹോഷി ദദാസി യത് യത് തപസ്യസി കൗന്തേയ തത്കുരുഷ്വ മദർപ്പണം. വീണ്ടും എന്തെന്ത് കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും, യാഗം ചെയ്യുന്നുണ്ടെങ്കിലും, ദാനം ചെയ്യുന്നുണ്ടെങ്കിലും, തപസ് ചെയ്യുന്നുണ്ടെങ്കിലും, വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ടെങ്കിലും എല്ലാം എനിക്ക് അർപ്പണമായിട്ട് ചെയ്യൂ. അത് മതി എന്നുള്ളതാണ് ഉപദേശം. എന്തുകൊണ്ട് ഇങ്ങനൊരു ഉപദേശം? സർവം നാരായണമയമെന്ന സാക്ഷാത്കാരമാണ് ആത്യന്തികമായി ലക്ഷ്യമാക്കേണ്ടത്. ആ സാക്ഷാത്കാരത്തിലേ മരണഭയം അതിക്രമിക്കാൻ സാധിക്കുള്ളൂ. നിത്യാനന്ദ സ്വരൂപിയായ ഭഗവാന്റെ പരമാനന്ദം, നിർലോഭം ലഭിക്കാൻ അത് മാത്രമേ ഉപായമായിട്ടുള്ളൂ. അപ്പം ഇതിൻ്റെ തത്വചിന്തയാണ് കവി തുടർന്ന് ഉപദേശിക്കുന്നത്. എന്താണ് ഇതിൻ്റെ പിറകിലുള്ള തത്വചിന്ത? ഭയം ദ്വിതീയാഭിനിവേശത സ്യാത് ഈശാതപേതസ്യ വിപര്യയോ സ്മൃതി തന്മായയാതോ ബുധ ആഭജേത്തം ഭക്ത്യൈകയേശം ഗുരുദേവതാത്മാ. എന്താ ഇതിൻ്റെ പിറകിലുള്ള ഫിലോസഫി? ഭയം ദ്വിതീയ അഭിനിവേശതഃ സ്യാത്. എല്ലാ ഭയങ്ങൾക്കും ഞാൻ അവഗണിക്കപ്പെട്ടു പോകുമോ, ആക്ഷേപിക്കപ്പെട്ടു പോകുമോ, അപമാനിക്കപ്പെട്ടു പോകുമോ, രോഗബാധ കൊണ്ട് തളർന്നു പോകുമോ, എനിക്ക് വേണ്ടത് കിട്ടാതായി പോകുമോ, മരണം വന്ന് ഭവിക്കുമോ എന്നിങ്ങനെ എണ്ണമറ്റ ഭയങ്ങൾക്ക് മുഴുവൻ കാരണം എന്താണെന്ന് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നു. ഭയം ദ്വിതീയ അഭിനിവേശത സ്യാത്. 2 എന്ന ബുദ്ധിയുള്ളയിടത്ത് ദ്വൈതേ ഭയം ഭവതി. 2 ഉള്ളയിടത്താണ് ഭയം. അന്യമായി ഒന്നുണ്ടാവുമ്പോൾ അതിൻ്റെ ആക്രമണത്തിന് ഏതെങ്കിലും പ്രകാരത്തിൽ വിധേയരാകും. ഇവിടെ അന്യം അല്ല, അനേകം ഉണ്ട് എന്നുള്ളതാണ് അവസ്ഥ. അന്യമായിട്ട് ഒന്നല്ല, അനവധിയുണ്ട് എന്നുള്ളതാണ് അവസ്ഥ. അതുകൊണ്ട് തന്നെ ഭയകാരണം അനന്തമാണ്. ഈശാദപേതസ്യ ദ്വൈതബുദ്ധി, അനേകബുദ്ധി, അതിലുള്ള താതാത്മ്യം, അത് കാരണം ഈശ്വര വിമുഖനായിട്ടുള്ള ആളെ സംബന്ധിച്ചിടത്തോളം തന്മായയാതോ വിപര്യ അസ്മൃതി. ഭഗവൻ മായ സ്വാധീനം കാരണം വിപരീത ചിന്തകളായിരിക്കും. തത്വസ്മൃതി നിഷേധിക്കപ്പെടുന്നു. ഇനി എന്തു വേണം? ഭക്ത്യൈകയേശം ഗുരുദേവതാത്മാ. ഈശ്വരനിൽ ഭക്തി വളർത്തുക, അതിന് സഹായകമായ എല്ലാ സത്സംഗങ്ങളെയും ഗൗരവമായിട്ട് ഗണിച്ചുകൊള്ളുക, പരമാത്മ തത്വം ഉപദേശിക്കുന്ന ഗുരുവിനെ ഈശ്വരന് തുല്യം പരിഗണിച്ചോളണം. അങ്ങനെയാണെങ്കിൽ തത്വബോധം കൊണ്ട് ദ്വൈത ഭ്രമം അകന്ന് അദ്വൈത നിഷ്ഠയും നിർഭയത്വവും നിത്യാനന്ദവും മോക്ഷവും പ്രാപിക്കാം. ഇതാണ് ഭാഗവത ധർമ്മത്തിൻ്റെ ക്രമം. അതെല്ലാം
സമർപ്പണം ചെയ്യുക, സദ്ഗുരുവിൽ നിന്ന് തത്വജ്ഞാനം നേടുക. അദ്വൈതനിഷ്ഠ. അദ്വൈതനിഷ്ഠ എന്ന് പറഞ്ഞാൽ രണ്ടൊന്നില്ലാത്തത് എന്നാണ്. രണ്ടൊന്നില്ലാത്തത് എന്ന് വരുമ്പോൾ അനവധി ആവിഷ്കാരങ്ങളുണ്ട്. പലതായി ആവിഷ്കൃതങ്ങളായിട്ടുള്ളവ തമ്മിൽ വൈരുദ്ധ്യമില്ല. വ്യത്യസ്തതകളുണ്ട്, പക്ഷേ അത് വിരുദ്ധമല്ല. ഈ അറിവിൻ്റെ നിഷ്ഠയാണ് അദ്വൈതനിഷ്ഠ എന്ന് പറയുക. ഇനിയോ ഈ ജ്ഞാനനിഷ്ഠ ഉറപ്പിക്കുന്നതിന് ഭഗവാനെ ആശ്രയിക്കാനുള്ള ഏറ്റവും ഉത്തമമായ ഉപായം നാമജപമാണ്. ഭഗവത്ഗീതയിൽ ഭഗവാൻ യജ്ഞാനാം ജപയജ്ഞോസ്മി എന്ന് സമ്മതിപത്രം നൽകിയിട്ടുണ്ട്. യജ്ഞങ്ങളിൽ ജപയജ്ഞമാണ് ഞാൻ. ശൃണ്വൻ സുഭദ്രാണി രഥാംഗപാണേഃ ജന്മാണി കർമാണി ച യാനി ലോകേ ഗീതാനി നാമാനി തദർത്ഥകാനി ഗായൻ വിലജ്ജോ വിചരേത് അസംഗഃ. ഇത് ഗംഭീരമായ ഒരു ഉപദേശമാണ്. എല്ലാം സമർപ്പിക്കൂ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സമർപ്പണം സാധിക്കേണ്ടത്? ശൃണ്വൻ സുഭദ്രാണി രഥാംഗപാണേഃ. രഥാംഗപാണേഃ സുദർശന ചക്രധാരിയായ ഭഗവാന്റെ. സുദർശനം എന്ന് പറഞ്ഞാൽ ഗംഭീരമായ ജ്ഞാനപ്രകാശത്തെ പ്രതിനിധാനം ചെയ്യുന്നു. അത് കരത്തിൽ ധരിച്ചിരിക്കുന്ന സുദർശനധാരിയായ ഭഗവാന്റെ ജന്മാനി കർമാണി ച യാനി ലോകേ. ഭഗവാൻ ആടിയ ലീലകളെക്കുറിച്ചൊക്കെ വിസ്തരിച്ച്, അത് പൂതനയ്ക്ക് മോക്ഷം നൽകി അനുഗ്രഹിച്ചതാവട്ടെ, തൃണാവർത്തനെ ഹനിച്ചതാവട്ടെ, കാളിയനെ മർദ്ദിച്ചയച്ചതാകട്ടെ, ഗോവർദ്ധനഗിരിയെ ധരിച്ചതാവട്ടെ, ഇങ്ങനെ തുടങ്ങി ഭഗവാന്റെ ലീലാവിശേഷം ആലോചിക്കുക എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി ലയങ്ങൾ മുഴുവൻ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന പരമേശ്വരനാണ് ഭഗവാൻ എന്നും കൂടി മനസ്സിലാക്കലാണ്. അപ്രകാരം ഭഗവാന്റെ ആകർഷകമായ ലീലകളെ പരിഗണിച്ച് ആലോചിച്ച് തത്വബോധം കിട്ടുന്ന പ്രകാരം സൃഷ്ടിസ്ഥിതി ലയങ്ങൾ മുഴുവൻ നിർവഹിക്കുന്നത് ഭഗവാനാണെന്ന് അറിയുന്നു. അത് ഗീതാനി നാമാനി തദർത്ഥകാനി ഗായൻ വിലജ്ജഃ. അങ്ങനെയുള്ള ഭഗവാന്റെ വിവിധ ലീലാവിശേഷങ്ങളെ വർണ്ണിച്ച് പാടുക, ഗീതങ്ങൾ, ഭഗവാന്റെ സഹസ്രനാമങ്ങൾ ആവർത്തിച്ച് ജപിക്കുക. അങ്ങനെയൊക്കെ ലജ്ജയില്ലാതെ ഇവിടെയൊക്കെ വിഹരിക്കൂ. ഇത് നമുക്കെല്ലാവർക്കും കിട്ടുന്ന ഒരു ഉപദേശമായിട്ട് സ്വീകരിക്കാം. ഗൃഹദൗത്യങ്ങളായാലും ശരി, കർമ്മമേഖലകളിൽ നിർവഹിക്കാനുള്ള ദൗത്യങ്ങളായാലും ശരി, സൗഹൃദ മേഖലകളിൽ വിഹരിക്കുമ്പോഴായാലും ശരി, സാമൂഹിക ദൗത്യങ്ങൾ നിർവഹിക്കുമ്പോഴായാലും ശരി, രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോഴായാലും ശരി, എന്തെന്ത് ചെയ്യുമ്പോഴും സർവേശ്വരൻ്റെ ലീലാസ്തുതി ഉള്ളിൽ നടക്കട്ടെ. നാമജപം അനസ്യൂതം സംഭവിക്കട്ടെ. അത് മതി. ഇങ്ങനെ ഈ ഭൂതഭൗതിക പ്രപഞ്ചം മുഴുവൻ ഹരിശരീരം, സർവം ആത്മസ്വരൂപം, അഭിന്നമായി ഈ ആത്മാവ് തന്നെയാണ് എല്ലാം എന്ന അറിവിലേക്ക് പുരോഗമിക്കണം. എങ്ങനെയാ പുരോഗമിക്കുക? വിശേഷ പ്രകടനങ്ങളിൽ നിന്ന് സാമാന്യ തത്വത്തിലേക്ക്, പൊതുതത്വത്തിലേക്ക് ഊളിയിട്ട് ഇറങ്ങുക. രസോഹമപ്സു കൗന്തേയ പ്രഭാസ്മി ശശിസൂര്യയോः പ്രണവ സർവവേദേഷു ശബ്ദഖേ പൗരുഷം നൃഷു എന്നിങ്ങനെയൊക്കെ ഭഗവാൻ ഈ പ്രക്രിയ ഗീതയിൽ ഉപദേശിക്കും. വൈവിധ്യമാർന്നതായി കാണുന്നതിലൊക്കെ ഒരു കോമൺ ഫാക്ടർ ഉണ്ട് എന്ന് പറയുക. അതിനെ അന്വേഷിച്ചോളണം. അങ്ങനെ ഒന്നിലേക്ക് പുരോഗമിക്കുക.
ഒന്നൊന്നായെണ്ണി എണ്ണി തൊട്ടെണ്ണം പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ളം നിന്നിലസ്പന്ദമാക്കണം. അതൊരു പ്രാർത്ഥനയാവട്ടെ. വൈവിധ്യങ്ങളെ വിരോധമില്ല എന്ന് സ്വീകരിക്കാനും രാഗദ്വേഷങ്ങളെ ജയിക്കാനും അതിൻ്റെ കാരണമെന്ന് ചകഞ്ഞ് മുന്നേറാനും ഒടുവിൽ സർവകാരണമായ തത്വം നാരായണനെന്ന് നമിക്കാനും സാധിക്കും. ഇത് അപ്രായോഗികമല്ല എന്നുള്ളതാണ് ഒരുപാട് മഹാത്മാക്കൾ സ്വജീവിതത്തിൽ ആസ്വദിച്ച് പ്രകാശിപ്പിച്ചതും നിരന്തരം ആഹ്വാനം ചെയ്യുന്നതും. ആഹാരം കഴിക്കുന്നവന് എപ്രകാരമാണോ തുഷ്ടിയും പുഷ്ടിയും ക്ഷുച്ഛാന്തിയും ഉണ്ടാവുന്നത്, തുഷ്ടി ആഹാരം കഴിച്ചു കഴിഞ്ഞപ്പോൾ സന്തോഷം, പുഷ്ടി ശരീരത്തിനത് ഗുണം ചെയ്യുന്നു, ക്ഷുച്ഛാന്തി വിശപ്പ് മാറുന്നു. ഇതുപോലെ ഹരിശരണം എന്ന് സമർപ്പിച്ചവനെ സംബന്ധിച്ചിടത്തോളം ഭക്തിർ വിരക്തിർ ഭഗവത് പ്രബോധ, ഭക്തി ഉണ്ടാവും, വിരക്തി ഉണ്ടാവും, ഭഗവത് തത്വ നിഷ്ഠയും ഉണ്ടാവും. അതുകൊണ്ട് ഹരിയെ ശരണം പ്രാപിക്കൂ, മതി. കേട്ടില്ലേ? പല പ്രകാരത്തിലൊക്കെ കേട്ട് മനസ്സിലായിക്കോളൂ. കേൾക്കുമ്പോഴൊക്കെ നമുക്ക് തോന്നി ഇതൊക്കെ ആർക്ക് സാധിക്കുന്നു. പക്ഷെ ലളിതമായി ആരംഭിക്കൂ എന്നാണ് ഇവിടെ ഭാഗവത ധർമ്മം പറഞ്ഞു തരുന്നത്. സമർപ്പണ ബുദ്ധി പുലർത്തി തുടങ്ങും പ്രകാരം നമ്മളിങ്ങനെ പതുക്കെ പതുക്കെ ഉയർന്നു പോകുമെന്നാണ് ആശ്വസിപ്പിക്കുന്നത്. ഭക്തി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പലതിനെ ചൊല്ലിയുമുള്ള അനുരാഗങ്ങളൊക്കെ അതാത് പദാർത്ഥജാലങ്ങളിൽ നിന്ന്, വിഷയജാലങ്ങളിൽ നിന്ന് പിൻവലിക്കുന്നു. എന്നിട്ടോ അതൊക്കെ ഭഗവാനിലേക്ക് തിരിച്ചുവിടുന്നു. ഇതാണ് ഭക്തി. സാത്വസ്മിൻ പരമപ്രേമരൂപ, പരമപ്രേമമാണ്, ഭഗവാനോടുള്ള പരമപ്രേമമാണ് ഭക്തി. അതുകൊണ്ട് എന്തുണ്ടാവും? വിരക്തി ഉണ്ടാവും. ഭക്തിർ വിരക്തിർ. വിരക്തി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതിലൊന്നിലും ഇപ്പോൾ രാഗമില്ല, ദ്വേഷവും ഇല്ല. ഉണ്ടോ? ആവാം. ഇല്ലേ? സന്തോഷം. രണ്ടായാലും എന്നെ ബാധിക്കുന്നില്ല. ഇങ്ങനെ സ്വധർമാനുഷ്ഠാനത്തിൽ വീഴ്ച വരുത്താതെ, ഗൃഹസ്ഥധർമ്മമായാലും ശരി, കുടുംബധർമ്മമായാലും ശരി, മറ്റുള്ള കാര്യങ്ങളൊക്കെ തന്നെ വീഴ്ചയില്ലാതെ നിവർത്തിക്കുന്നു. പക്ഷെ ഒന്നിലും ആസക്തിയില്ല, ആശ്രയത്വവുമില്ല. എല്ലാം ഭഗവാനിൽ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുക. പൊളിഞ്ഞു പോകുന്ന ബാങ്കുകളിലൊന്നും കൊണ്ടുപോയിട്ട് നിക്ഷേപിച്ചിട്ടില്ല എന്ന് പറയാം. വിഷയാകൃഷ്ടത എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ശാശ്വതമായ ശാന്തിയോ സുഖമോ ആനന്ദമോ നിർഭയതയോ തരാൻ ശേഷിയില്ലാത്തവയിൽ കൊണ്ടുപോയി സമർപ്പിച്ചിരിക്കുന്നു എന്ന അവസ്ഥ. അതൊക്കെ ഇപ്പോൾ വിഡ്രോ ചെയ്തു, എല്ലാം കൊണ്ടുപോയി ദേശീയ ബാങ്കിൽ നിക്ഷേപിച്ചു എന്ന് പറഞ്ഞാൽ ഭഗവാനിൽ. അതുകൊണ്ട് എന്തുണ്ടാവുന്നു? വിരക്തി ഉണ്ടാവുന്നു. ഭഗവത് പ്രബോധ തതപരാം ശാന്തി ഉപൈതി സാക്ഷാത്. അതുകൊണ്ട് പരമമായ ശാന്തി പ്രാപിക്കുന്നു. ഇങ്ങനെയാണ് ഭാഗവത ധർമ്മത്തെ ചുരുക്കി പ്രതിപാദിക്കുന്നത്. വളരെ വിസ്തരിച്ച് അവിടെ പറഞ്ഞിട്ടുള്ളത് സമയത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ചുരുക്കി സൂചിപ്പിച്ചതാണ്. അതാണ് ഭാഗവത ധർമ്മം ഉദ്ദേശിച്ചത് കവി. രണ്ടാമത്തെ ചോദ്യം ചോദിച്ചു. അഥ ഭാഗവതം ബ്രൂത യദ്ധർമ്മോ യാദൃശോ നൃണാം യഥാചരതി യദ്ബ്രൂതേ യൈർലിംഗൈർ ഭഗവത് പ്രിയ. ഭഗവത് പ്രിയന്മാരായിട്ടുള്ള ഭാഗവതന്മാർ എന്തൊക്കെ ലക്ഷണം കൊണ്ട് അവരെ തിരിച്ചറിയാൻ സാധിക്കും? അവരുടെ സ്വഭാവം എങ്ങനെയിരിക്കും? വ്യവഹാരം എങ്ങനെയിരിക്കും? സംസാര രീതി എങ്ങനെയിരിക്കും? ഭഗവത് പ്രിയന്റെ ഭാഗവത ധർമ്മത്തെ വിശദീകരിച്ചു തരണം എന്ന് പ്രാർത്ഥിച്ചു. ഉത്തരം പറഞ്ഞത് ഹരി എന്ന മുനീശ്വരനാണ്, നവയോഗികളിൽ രണ്ടാമൻ. അദ്ദേഹമാണ് ഉത്തരം പറയണത്. ഇവിടെ മനസ്സിലാക്കാനുള്ളത്, തത്വജ്ഞാനി എങ്ങനെ സംസാരിക്കും, വ്യവഹരിക്കും എന്നതാണ് കൗതുകം കൊണ്ട് ചോദിക്കുന്നത്. ഭഗവത്ഗീത ഓർമ്മിക്കാതെ വയ്യ. അർജുനനും ഇതുപോലെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. 2-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ സമാധിസ്ഥസ്യ കേശവ സ്ഥിതധീ കിം പ്രഭാഷേത കിം ആസീത വ്രജേത കിം. തമാശയായിട്ട് ആചാര്യന്മാർ പറയും, ഈ തത്വജ്ഞാനം നേടിക്കഴിഞ്ഞാൽ പിന്നെ ഭാഷയൊക്കെ മാറുമോ?
തത്വജ്ഞാനം നേടിയതിൻ്റെ ലക്ഷണമായിട്ടിപ്പോൾ സംസ്കൃതം മാത്രമേ സംസാരിക്കുള്ളൂ, അങ്ങനെയൊക്കെ വരുമോ എന്ന് ഒക്കെ അന്വേഷണം. ഒന്നുമില്ല എന്ന് പറയുക. വ്യവഹാരങ്ങളൊക്കെ പഴയത് തന്നെ. പക്ഷെ അതിൻ്റെ പിറകിൽ കാമക്രോധങ്ങളല്ല അവരെ ഭരിക്കുക. ഇത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. തത്വജ്ഞാനം ഇല്ലാത്തവർ കാമക്രോധ പരായണന്മാരായി പലതും ചെയ്യുന്നു. തത്വജ്ഞാനികളാകട്ടെ ലോക കല്യാണാർത്ഥം ചെയ്തു വരുന്നതൊക്കെ തുടരുന്നു. കേട്ടില്ലേ? ഭഗവാൻ അർജുനോട് സുവ്യക്തം പറയുന്നുണ്ട്, നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനവാപ്തം അവാപ്തവ്യം വർത്തയേവച കർമ്മണി. 3 ലോകത്തിലും എനിക്ക് ചെയ്യേണ്ടതായിട്ടൊന്നുമില്ല, ഒന്നും നേടാനുമില്ല, നഷ്ടപ്പെടാനുമില്ല, എങ്കിലും ഞാൻ കർമ്മം ചെയ്തുകൊണ്ട് തന്നെ വർത്തിക്കുന്നു. ഇപ്പോൾ ജീവൻ മുക്തന് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല എന്ന് പറയാം. മറ്റുള്ളവരെ ഒരു പ്രകാരത്തിലും നോവിക്കില്ല. അഹിംസാധിഷ്ഠിതമായ വ്യവഹാരമായിരിക്കും. വാക്കുകൊണ്ട് പോലും നോവിക്കില്ല. അങ്ങനെയൊക്കെ ചില പരിഷ്കാരങ്ങൾ സംഭവിച്ചാലായി, അല്ലാതെ വലിയ പ്രത്യേകതയൊന്നുമില്ല എന്ന് പറയാം. ഏതായാലും ആറ്റിറ്റ്യൂഡിലാണ് വ്യത്യാസം ഉണ്ടാവുക, മനോഭാവത്തിലാണ്, സമീപന രീതിയിലാണ് വ്യത്യാസം ഉണ്ടാവുക. അത് വകതിരിച്ചറിയണം. ഹരി ഉപദേശിക്കുന്നു, സർവഭൂതേഷു യഃ പശ്യേത് ഭഗവദ്ഭാവമാത്മനഃ ഭൂതാനി ഭഗവത്യാത്മനി ഏഷ ഭാഗവതോത്തമഃ. ഉത്തമ ഭക്തന്റെ ലക്ഷണം എന്തായിരിക്കും? ഉത്തമ ഭാഗവത ധർമ്മത്തെ അനുസരിക്കുന്നവൻ്റെ ലക്ഷണം. അയാൾ സർവഭൂതേഷു സകല ഭൂതജാലങ്ങളിലും യഹാ പശ്യേത് ഭഗവദ്ഭാവം ആത്മനഃ, എല്ലാറ്റിലും ഭഗവാനെ കാണുന്നു, അവനവനെ തന്നെ കാണുന്നു. എൻ്റെ ശരീരേന്ദ്രിയ മനോബുദ്ധികൾക്കപ്പുറത്ത് അന്തര്യാമിയായി വർത്തിക്കുന്ന തത്വം തന്നെയാണ് സർവേശ്വരൻ. ആ സർവേശ്വരനാണ് എല്ലാമായി പരിലസിച്ചിരിക്കുന്നത് എന്ന് കാണുന്നു. കാരണം ഭഗവാൻ ഉപദേശിക്കുന്നത് മയാ തതമിതം സർവം ജഗദം വ്യക്തമൂർത്തിന മസ്ഥാനി സർവഭൂതാനി ന ചാഹം തേഷ്വസ്ഥിതഃ ന ച മസ്ഥാനി ഭൂതാനി പശ്യമേ യോഗമൈശ്വരം ഭൂതഭൃന്ന ച ഭൂതസ്ഥഃ മമാത്മാ ഭൂതഭാവനഃ എന്നാണ്. ഈ പ്രപഞ്ചത്തിൽ എല്ലാറ്റിലും എന്ന് പറഞ്ഞാൽ ഈശാവാസ്യം ഇതം സർവം യത് കിഞ്ച ജഗത്യം ജഗത്ത് ഉപനിഷത്ത് ഉപദേശിക്കുന്നു. ഇവിടെ ഒരു അണുവിൽ പോലും ഭഗവത് സാന്നിധ്യമില്ലാതില്ല. സർവവ്യാപിയായ പരമേശ്വരൻ ഈ ആവിഷ്കാരങ്ങളിൽ ഇല്ല എന്ന് പറയും. കാരണം ആവിഷ്കാരങ്ങളുടെ ഉത്പത്തിസ്ഥിതി ലയങ്ങളൊന്നും ഭഗവാനെ ബാധിക്കുന്നില്ല. സകല തിരമാലകളിലും സമുദ്രം അവകാശപ്പെടുന്നു ഞാനാണ്. പക്ഷെ തിരമാലയിൽ ഞാനില്ല എന്ന് സമുദ്രം പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? തിരമാല ഇല്ലാതാവുമ്പോൾ സമുദ്രം ഇല്ലാതായി പോകുന്നില്ല. ഇതുപോലെ പ്രപഞ്ചത്തിൽ പല സംഭവ വികാസങ്ങൾ ഉണ്ടാവുമ്പോഴും അക്ഷരസ്വരൂപിയിൽ അത് യാതൊരു പ്രകാരത്തിലുള്ള കളങ്കവും ചാർത്തുന്നില്ല. അങ്ങനെ ആര് ഭഗവാനെ സകല ഭൂതജാലങ്ങളിലും കാണുന്നുവോ, സകല ഭൂതജാലങ്ങളെയും ഭഗവാനിൽ കാണുന്നുവോ, ആത്മാവിൽ കാണുന്നുവോ, ഉത്തമ ഭക്തൻ. ഇനിയോ ഈശാവാസ്യ ഉപനിഷത്തിലും ഏത് കാലത്താണോ സർവാണി ഭൂതാനി ആത്മന്യേവ അനുപശ്യതി സർവഭൂതേഷു ച ആത്മാനം തതോ ന വിജുഗുപ്സതേ. ഏത് കാലത്താണോ സകല ഭൂതജാലങ്ങളും ആത്മാവിലാണെന്നും സകല ഭൂതജാലങ്ങളിലും ആത്മാവ് തന്നെയാണ് പരിലസിക്കുന്നതെന്ന് അറിയുന്നുവോ, പിന്നെ അയാൾക്ക് ഒന്നിനോടും ജുഗുപ്സ ഉണ്ടാവില്ല, ആത്മാവിനെ രക്ഷിക്കാൻ തത്രപ്പെടില്ല. ന ഗോപായിത്തും ഇച്ഛതി, പിന്നെ ഗോപനം ചെയ്യാൻ രക്ഷപ്പെടുന്നതിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. കാരണം നിർഭയനാണ് അയാൾ. ഇനി മധ്യമന്റെ ലക്ഷണം എന്താ? ഈശ്വരേ തദധീനേഷു ബാലിശേഷു ദ്യുഷത്സു ച
പ്രേമമൈത്രി കൃപാ ഉപേക്ഷ യക്കരോതി സമധ്യമ. മധ്യമന്റെ ലക്ഷണം എന്താണ്? ഈശ്വരനിൽ പ്രേമം. തദധീനേഷു ഭക്തേഷു, ഈശ്വരാധീനത്തിൽ വർത്തിക്കുന്ന ഭക്തന്മാരോട് മൈത്രീഭാവം. തത്വജ്ഞാനമില്ലാത്തതുകൊണ്ട് ഈശ്വര വിരോധികളായിട്ടുള്ളവരോട്, അവിവേകികളായിട്ടുള്ളവരോട് കൃപ. ഈശ്വര ദ്വേഷികളോട് ഉപേക്ഷ. ഇതാണ് മധ്യമഭക്തന്റെ ശീലം. വിവേകമില്ലാത്തതുകൊണ്ട് ഈശ്വര ഭജനം ചെയ്യാത്തവരെ കുറിച്ച് കൃപ കാണിക്കും. പിന്നെയോ ഈശ്വര വിരോധം ചെയ്യുന്നവരെയോ അവരെ ഉപേക്ഷിക്കും. ഈശ്വര ഭക്തന്മാരോട് അങ്ങേയറ്റത്തെ മൈത്രീഭാവം, ഈശ്വരനിൽ പൂർണ്ണ സമർപ്പണം. ഇനി അധമഭക്തന്റെ കാര്യം, ഇത് നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യാൻ വളരെ ഉപകാരമാണ്. അധമഭക്തന്റെ സ്ഥിതി എന്താണ്? അർച്ചായാമേവ ഹരയേ പൂജായ പൂജാം യഃ ശ്രദ്ധയേ ഹതേന തദ്ഭക്തേഷു ചാന്യേഷു സഭക്ത പ്രാകൃതസ്മൃതഃ. പ്രാകൃതഭക്തൻ അർച്ചായാമേവ ഹരയേ, വിഗ്രഹങ്ങളിൽ മാത്രം ഭഗവാനെ കാണുന്നു, ആരാധിക്കുന്നു. ബിംബം നമിക്കും ശിരസ്. അഹങ്കാരം കൊണ്ട് മറ്റുള്ളയിടത്തൊക്കെ വിനയമില്ലാത്ത പെരുമാറ്റമാണ്. അതെന്ത് ഭക്തിയാണ് എന്നൊരു ഭജനയിൽ ചോദിക്കും. ബിംബം നമിക്കും ശിരസ് അഹങ്കാരത്താൽ എങ്ങും വിനയമറ്റാൽ പിന്നെ അത് ഭക്തിയല്ല എന്ന് പറയുക. അപ്പൊ പ്രാകൃത ഭക്തൻ ക്ഷേത്രത്തിൽ മാത്രം ഈശ്വര സാന്നിധ്യം, വിഗ്രഹങ്ങളിൽ മാത്രം ഈശ്വര സാന്നിധ്യം, മറ്റൊരിടത്തും കാണുന്നില്ല. മറ്റുള്ള വ്യവഹാരങ്ങളിലൊക്കെ രാഗദ്വേഷാധിഷ്ഠിതമായിട്ടാണ് വർത്തിക്കുക പ്രാകൃത ഭക്തൻ. പക്ഷെ അയാൾക്കും ഭക്തി ഉണ്ടല്ലോ, ക്രമേണ പുരോഗമിച്ചോളും എന്ന് പറയാം. ഉത്തമനെ സംബന്ധിച്ചിടത്തോളം പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ടും വിഷയലോകം അനുഭവിക്കുമ്പോഴും വിഷയാധിഷ്ഠിത ബുദ്ധിയോടെ വ്യവഹരിക്കില്ല. സർവം ഹരിമയം ജഗത്ത് എന്നതായിരിക്കും ആളുടെ ഇളക്കമില്ലാത്ത ബോധ്യം. ഇങ്ങനെ ബ്രഹ്മാത്മൈക്യ വിചാരണ പരായണനായിട്ടുള്ള, എന്നിലെ ആത്മാവ് തന്നെയാണ് സർവവ്യാപിയായിട്ടുള്ള ബ്രഹ്മതത്വം, ഈ ബോധ്യത്തിൽ വർത്തിക്കുന്ന ആൾക്ക് മനസ്സിൽ പോലും പുണ്യപാപങ്ങളൊന്നും ഉണ്ടാവില്ല. സ്വാഭാവികമായിട്ടും ജാത്യഭിമാനങ്ങൾ ഉണ്ടാവില്ല, വർണ്ണാശ്രമ അഹങ്കാരങ്ങൾ ഉണ്ടാവില്ല. പിന്നെയോ എന്തൊക്കെ പ്രാരബ്ധവശാൽ വന്നു ചേരുന്നുവോ അതിനെയൊക്കെ വിഷയാസക്തി ബുദ്ധിയില്ലാതെ അനുഭവിച്ച് വർത്തിക്കുന്നു. ശ്രീമദ് ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൻ്റെ 80-ാം അധ്യായത്തിലാണ് ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠനായ ഭഗവാന്റെ സുഹൃത്തിൻ്റെ കഥ പറയുന്നത്. പരീക്ഷിത മഹാരാജാവ് ചോദിക്കുന്നു, വേറെ എന്തെങ്കിലും വിശേഷാൽ കഥകളുണ്ടോ ഭഗവാന്റേതായിട്ട്? അപ്പോഴാണ് ശുകബ്രഹ്മർഷി ഓർമ്മിച്ച് പറയുന്നത്, കശ്ചിത് സഖ ആസീത്, ഒരു സഖാവുണ്ടായിരുന്നു, ബ്രാഹ്മണോ ബ്രഹ്മവിദ്വര, ബ്രഹ്മതത്വജ്ഞാനനിഷ്ഠന്മാരിൽ ശ്രേഷ്ഠനായിട്ടുള്ള ഒരാൾ. എന്തിനാണ് ആ കഥ പറയുന്നത് എന്നുള്ളത് നമ്മൾ സനാതനധർമ്മ വിശ്വാസികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അനവധി കാര്യങ്ങൾ ഉപദേശിച്ചതിൻ്റെ ഒടുവിലാണ് ഈ ഉപദേശം വരുന്നത്. എന്തിനാ കഥ പറയുന്നത്? ഈ ബ്രാഹ്മണന് നിത്യവൃത്തിക്ക് പോലും നിവൃത്തിയില്ലായിരുന്നു. ഭാര്യ വളരെ മൃദുവായി, അങ്ങേക്കൊരു സുഹൃത്തില്ലേ, പാദകമലങ്ങളെ ആശ്രയിക്കുന്നവർക്ക് സർവവും പ്രദാനം ചെയ്യുന്ന ഒരു സുഹൃത്തില്ലേ, പോയി കണ്ടൂടെ എന്ന് ചോദിച്ചു. മൃദുവായിട്ട് ഭർത്താവ് പുറപ്പെട്ടു ചെന്നു. ചോദിക്കാൻ മറന്ന് തിരിച്ചു വന്നു. പക്ഷെ അതിനിടയ്ക്ക് സംഭവം ഉണ്ടായി എന്ന് പറയാൻ, അവില് നിവേദിച്ചതൊക്കെ. തിരിച്ചു വരുമ്പോൾ തിരിച്ചറിയാൻ സാധിക്കാത്ത വിധം ഭഗവത് പ്രസാദം ചൊരിയപ്പെട്ടിരിക്കുന്നു. ഉപേക്ഷിച്ചില്ല, ഒന്നും ഉപേക്ഷിച്ചില്ല. തനിക്ക് ലഭിച്ചിട്ടുള്ള
വിഭവ സാമ്രാജ്യത്തെ ഭഗവത് പ്രസാദമായി കണ്ട് ആസക്തി കൂടാതെ അനുഭവിച്ചു ഭാര്യയോടൊപ്പം എന്നാണ്. ഇതായിരിക്കണം നമ്മുടെ ലോക ജീവിത വിഷയത്തിൽ മാതൃക. ഒന്നും വിട്ട് ഓടിപ്പോകാൻ ആധ്യാത്മിക ശാസ്ത്രം ഉപദേശിക്കുന്നില്ല. അതായിരുന്നു ആധ്യാത്മിക ഉപദേശമെങ്കിൽ അർജുനൻ ആവശ്യപ്പെട്ടതല്ലേ ഭിക്ഷാടനത്തിന് പോയിക്കോളാമെന്ന് അനുവദിക്കുമായിരുന്നില്ലേ ഭഗവാൻ? ബി ദേർ വേർ യു ആർ. ഹേ അർജുന, നീ എവിടെയോ അവിടെ തന്നെ വർത്തിക്കൂ എന്നാണ് ഭഗവാൻ നിർദ്ദേശിക്കുന്നത്. സാരമിതാണ്, ആധ്യാത്മികത ഭൗതിക ലോക ജീവിതത്തിന് വിരുദ്ധമല്ല. ഭൗതിക ലോക ജീവിതമൊക്കെ അതിൻ്റെ പാട്ടിന് നടക്കട്ടെ, പക്ഷെ അതിൽ ആസക്തി ഇല്ലാതിരിക്കുക, ആശ്രയത്വമില്ലാതിരിക്കുക, ലോക കല്യാണം ലക്ഷ്യമാക്കി അത് നിവർത്തിക്കുക, എല്ലായ്പ്പോഴും ഈശ്വര ഭജനം, തത്വചിന്തനം, ബസ്. ഇതായിരിക്കും ഉത്തമ ഭക്തന്റെ അവസ്ഥ. ത്രിലോകാധിപത്യം കിട്ടിയാലും ശരി, ലവനിമിഷാർദ്ധമഭി ഭഗവത് ചിന്തനം അവർ വെടിയില്ല. എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടായാലും ശരി, ഭഗവത് ചിന്തനം വെടിയില്ല. ഇതാണ് പ്രത്യേകത. തുടർന്ന് 3-ാം അധ്യായത്തിൽ 2, 3, 4, 5 അധ്യായങ്ങളിലായിട്ടാണ് നിമി നവയോഗി സംവാദം. അതിൽ 3-ാം അധ്യായത്തിൽ കാരണസ്വരൂപനും ഈശ്വരനുമായ വിഷ്ണുവിൻ്റെ മായാവൈഭവം സാക്ഷാൽ നാൻമുഖനെ പോലും, സൃഷ്ടികർത്താവായ സ്രഷ്ടാവിനെ പോലും മായയെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നു എന്ന് താല്പര്യപ്പെട്ട സമയത്ത് നിമി ചക്രവർത്തിയോട് അന്തരീക്ഷൻ മറുപടി പറയുന്നു, ഭഗവാൻ സർവഭൂതാത്മഭൂതാത്മാവാണ്. അങ്ങനെയുള്ള സർവഭൂതാത്മഭൂതാത്മാവായ ഭഗവാൻ സ്വാംശഭൂതന്മാരായ ജീവിവർഗത്തിന് വിഷയഭോഗവും മോക്ഷലാഭവും ഉണ്ടാവണമെന്ന് കരുതിയിട്ടാണ് സൃഷ്ടിക്കായിട്ട് ഉദ്യമിക്കുന്നത്. എന്തിനാണ് സൃഷ്ടി എന്ന് ചോദിച്ചാൽ, ശ്രീമദ് നാരായണീയത്തിൽ ഒരു പ്രയോഗമുണ്ട്. ഭട്ടതിരിപ്പാടിന് ഭഗവാന്റെ സൃഷ്ടിയെക്കുറിച്ച് ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസം തോന്നിയെന്ന. ഇത്രയും ഭയങ്ങളും സങ്കടങ്ങളും ഒക്കെ കഷ്ടാ, അവിടുത്തെ സൃഷ്ടി ചേഷ്ട, അങ്ങയുടെ സൃഷ്ടി രീതികളൊക്കെ കഷ്ടമാണ് എന്ന് പറഞ്ഞുപോയി എന്ന. പക്ഷേ ഭഗവാൻ എന്തിനെ സൃഷ്ടിച്ചു? പ്രാണികളുടെ ഭോഗാപവർഗത്തിന് വേണ്ടി. ജന്മാന്തര കർമ്മവാസനകളെ അനുഭവിച്ചു തീർക്കണ്ടേ, അതിനൊരു ഓപ്പർച്യൂണിറ്റി, അവസരം കൊടുക്കുന്നതിന് വേണ്ടിയാണ് സൃഷ്ടി ആരംഭിക്കുന്നത്. പിന്നെയോ ജീവിവർഗത്തിന് മോക്ഷം കിട്ടട്ടെ വെച്ചിട്ടും. അപ്പൊ അതിനു വേണ്ടി ഭഗവാൻ തന്നെ മായയെ ആശ്രയിച്ചുകൊണ്ട് അവ്യക്തം, മഹത്തത്വം, അഹങ്കാരം, പഞ്ചഭൂതങ്ങൾ, ഇന്ദ്രിയമനോബുദ്ധികൾ ഈ പ്രകാരം ആവിഷ്കരിക്കുകയും. ഇന്നത്തെ ശാസ്ത്ര ചിന്തകളൊക്കെ ആയിട്ട് ഇതിങ്ങനെ ബന്ധപ്പെടുത്തിയൊക്കെ ആലോചിക്കാൻ നല്ല രസമാണ് കേട്ടോ. ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ പഠിക്കുന്നവർക്ക് അങ്ങനെ ഒരു സൗകര്യമുണ്ട്. എല്ലാം എനർജിയാണ് എന്നുള്ളൊരു പ്രയോഗമുണ്ടല്ലേ. ആ എനർജിയിൽ സ്പന്ദനങ്ങൾ ഉണ്ടായിട്ടാണ് കണങ്ങളുടെ രൂപീകരണമൊക്കെ സംഭവിക്കുന്നതേ. ഈ കണങ്ങളാണ് ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും ഒക്കെ ആവുന്നത്, ആറ്റംസ് ആവുന്നത്, മോളിക്യൂൾസ് ആവുന്നത്. അങ്ങനെയാണ് ഇതൊക്കെ. അപ്പം ഇതിൻ്റെയൊക്കെ പിറകിൽ സ്പന്ദനമാണ്. അങ്ങനെ ദേശമില്ലാത്തിടത്ത് കാലമില്ലാത്ത കാലത്തിൽ നിന്നും ദേശസ്പന്ദനവും കാലസ്പന്ദനവും ഒക്കെ സംഭവിച്ചത് മായാവൈഭവം കൊണ്ടാണ്. അങ്ങനെ ഇതൊക്കെ സൃഷ്ടിച്ച ശേഷം ഭഗവാൻ ആലോചിക്കുന്നു, ഈ സൃഷ്ടിക്ക് സ്വയമേവ എന്തു ചെയ്യാൻ സാധിക്കും? അതുകൊണ്ട് അനുപ്രവേശ ശ്രുതി തത് സൃഷ്ടുവാ തദേവാനുപ്രാവിശത്
എല്ലാറ്റിനെയും സൃഷ്ടിച്ചിട്ട് അതേ ഭഗവത് തത്വം തന്നെ ഇതിലൊക്കെ അനുപ്രവേശനം ചെയ്തിരിക്കുന്നു. പിന്നീട് അവയിലൊക്കെ താതാത്മ്യം വരികയായി. ഇത് ഞാനാണ് എന്ന് ശരീരാദികളിലൊക്കെ അഭിമാനം പുലർത്തി. അങ്ങനെയാണ് ജീവിവർഗത്തിന് കഷ്ടം ഉണ്ടാവുന്നത്. അതിനൊന്നും ഭഗവാൻ ഉത്തരവാദിയല്ല എന്ന് പറയുക. സ്വാത്മവിസ്മൃതി കാരണം താതാത്മ്യം. അങ്ങനെ സംസാര സങ്കീർണതകളൊക്കെ സംഭവ്യമായിരിക്കുന്നു. അപ്പൊ എന്താ മായ എന്ന് ചോദിച്ചാലോ, സൃഷ്ടിസ്ഥിതി സംഹാര കാരണശക്തിയാണ് മായ. ഏഷാ മായാ ഭഗവതഃ സർഗ സൃഷ്ടി അന്തകാരിണി. മായയെക്കുറിച്ച് ചുരുക്കി വളരെ വിസ്തരിച്ച് പറഞ്ഞത് സ്വാമി സംഗ്രഹിച്ച് പറയുകയാണ് സമയപരിധിയിൽ നിന്നുകൊണ്ട്. എന്താണ് മായ? ഈ പ്രപഞ്ച സൃഷ്ടി സ്ഥിതി സംഹാര കാരിണിയായി പരിലസിക്കുന്ന ഭഗവത് ശക്തിയാണ്, ഭഗവത് ശക്തിയാണ് മായ. സ്വാഭാവികമായിട്ടും അടുത്ത ചോദ്യം എന്തായിരിക്കും? ഹേ മുനിവൃന്ദമേ, ഉപദേശിച്ചാലും എങ്ങനെ ഈ മായയെ തരണം ചെയ്യും? പ്രബുദ്ധനാണ് മറുപടി പറഞ്ഞത്. എന്താ പ്രബുദ്ധൻ പറയുന്നത്? കർമ്മണ്യാരംഭമാണാനാം ദുഃഖഹത്യേ സുഖായ ച പശ്യേത് പാകവിപര്യാസം മിഥുനീചാരിണാം നൃണാം. നമ്മൾ ചെയ്യുന്നതിനെക്കുറിച്ച്, നമുക്ക് ആത്യന്തികമായി വേണ്ടതിനെക്കുറിച്ച് ധാരണയുണ്ടായാൽ മായയെ തരണം ചെയ്യാമെന്നാണ്. നാരദ ഭക്തി സൂത്രത്തിൽ ശ്രീ നാരദർ പറയുന്നുണ്ട്, മായയെ തരണം ചെയ്യൽ എളുപ്പമല്ല. കസ്തരതി മായ. ആരാണ് മായയെ തരണം ചെയ്യുക? ആര് ഈശ്വര ശരണാഗതിയെ ആശ്രയിക്കുന്നുവോ, ആര് ഗുരുപ്രാപ്തിക്ക് അർഹരാവുന്നുവോ അവർക്ക് മാത്രമേ മായയെ തരണം ചെയ്യാൻ പറ്റുള്ളൂ. ഗുരുപ്രാപ്തിയെക്കുറിച്ച് ശ്രീ നാരദർ പറയുന്നത് വളരെ ദുർലഭമാണ്. പക്ഷേ അമോഘശ്ച, ഒരിക്കൽ അത് ലഭിച്ചാൽ വിഫലമാവില്ല. ഇപ്പം മായാസന്തരണ ഉപായം. ഈ ശ്ലോകം വളരെ ഗംഭീരം. എന്താ ശ്ലോകം? കർമ്മണ്യാരംഭമാണാനാം. സകല കർമ്മങ്ങളും ഓരോരുത്തരും ചെയ്തു കൂട്ടുന്നത് എന്തിനു വേണ്ടിയാണ്? ദുഃഖഹത്യൈ, ദുഃഖത്തെ ഇല്ലാതാക്കാനും, സുഖായ ച, സുഖത്തിനായിക്കൊണ്ടുമാകുന്നു. പശ്യേത് പാകവിപര്യാസം. ഇവിടെ പക്ഷേ വിരുദ്ധമായിട്ടാണ് സംഭവിക്കുന്നത് എന്ന് കാണൂ. മിഥുനീചാരിണാം നൃണാം. മിഥുനീചാരികൾ എന്ന് പറഞ്ഞാൽ ശരീരാദികളിൽ അഭിമാനം പുലർത്തി സുഖത്തിന് വേണ്ടി കൊണ്ട് വിഷയങ്ങളുമായിട്ട് ബന്ധത്തിലേർപ്പെടുന്നവർ മിഥുനീചാരികൾ, ദമ്പതിമാർ എന്നും പറയാം. ഇവര് സകല കർമ്മങ്ങളും ചെയ്യുന്നത് സുഖത്തെ നേടുന്നതിന് വേണ്ടിയും ദുഃഖത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുമാണ്. പക്ഷെ അത് സംഭവിക്കുന്നുണ്ടോ? ഇല്ല. ഈ പാകവിപര്യാസം, ലക്ഷ്യമിടുന്നതൊന്ന് സംഭവിക്കുന്നത് മറ്റൊന്ന്. ജീവിതത്തിൽ നിന്ന് ഈ പാഠം പഠിച്ചാൽ ദുഃഖനിവൃത്തിയും സുഖപ്രാപ്തിയുമാണ് എൻ്റെ ലക്ഷ്യം, അതിനു വേണ്ടിയാണ് ഞാൻ കർമ്മം ചെയ്യുന്നത്. പക്ഷേ കർമ്മം ചെയ്യുന്നതുകൊണ്ട് അത് സാധിക്കുന്നില്ലല്ലോ എന്ന് പാകവിപര്യാസത്തിൽ വിവേകമുണർന്നാൽ, അനുഭവങ്ങൾ അധ്യാപകരാണെന്നൊക്കെ പറയും, പക്ഷെ അവിടെ ഒരു ക്ലോസ് ഉണ്ട്. എന്താ ക്ലോസ്? അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിക്കാൻ സാമർഥ്യമുള്ളവർക്ക് മാത്രമേ അനുഭവങ്ങൾ അധ്യാപകരാവുള്ളൂ, അല്ലാത്തവർക്കാവില്ല. എന്ത് പാഠമാണ് പഠിക്കേണ്ടത്? വൈരാഗ്യത്തിൻ്റെ പാഠം. എന്താ വൈരാഗ്യത്തിൻ്റെ പാഠം എന്ന് പറഞ്ഞാൽ? ആനന്ദത്തിന് വേണ്ടി, നിർഭയതയ്ക്ക് വേണ്ടി, സുഖത്തിന് വേണ്ടി ഇതിനെയൊന്നും ആശ്രയിച്ചിട്ട് കാര്യമില്ല എന്ന ബോധ്യം. അത് പഠിപ്പിച്ചു തരാൻ അനുഭവങ്ങൾ വളരെ വിവിധങ്ങളായി നമ്മെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഓൺലി തിങ് ഈസ്, ആർ യു റെഡി ടു ലേൺ
ഇത് പഠിക്കാൻ നമ്മൾ സജ്ജരാണോ എന്നതാണ് ചോദ്യം. സജ്ജരാണെങ്കിൽ പാഠം പഠിയും. ധനമാകട്ടെ, ഗൃഹമാകട്ടെ, പുത്രന്മാരാകട്ടെ, മറ്റ് ബന്ധുജനങ്ങളാകട്ടെ, എല്ലാം ചഞ്ചലമാണ്, അനർത്ഥമാണ്. ഈ പ്രകാരം വിചാരം ചെയ്ത് മനസ്സിലാക്കണം. തൈത്തിരീയ ഉപനിഷത്തിൽ ഇതിനു വേണ്ടി ഒരു സന്തോഷമീമാംസ ഉപദേശിക്കുന്നുണ്ട്. സന്തോഷമീമാംസയിൽ ഒരു യൂണിറ്റ് ആനന്ദം കിട്ടുന്ന ആളെക്കുറിച്ച് പറയുന്നത് യുവാവാ സാധു യുവാധ്യായകഃ. ആള് യുവാവാണ്, നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, പിന്നെയോ വിശപ്പുണ്ട്, നല്ല ഉറക്കമുണ്ട്, ശമതമാദികളൊക്കെ ഉണ്ട് ആവശ്യത്തിന്, രാജ്യത്തിൻ്റെ അധികാരമുള്ള ആളാണ്. കേട്ടില്ലേ? ഇങ്ങനെയൊക്കെയുള്ള ഒരു യുവ നൃപന്, സാമ്രാട്ടിന് കിട്ടുന്ന ആനന്ദമാണത്രേ നമുക്കൊക്കെ കിട്ടുന്ന ആനന്ദത്തിൻ്റെ കണക്ക് വെച്ച് പരിശോധിക്കുമ്പോൾ ഒരു യൂണിറ്റ് ആനന്ദം. അതിൻ്റെ 100 ഇരട്ടി ആനന്ദം പിതൃക്കൾക്ക് കിട്ടുന്ന. ഇങ്ങനെ ശതഗുണീഭവിച്ച് ഭവിച്ച് ബ്രഹ്മാവിൻ്റെ ആനന്ദം. തൈത്തരീയ ഉപനിഷത്ത് പറയുകയാണ്, ആനന്ദമീമാംസയിൽ ആനന്ദത്തിനെ സംബന്ധിക്കുന്ന വിശകലനത്തിൽ തൈത്തരീയ ഉപനിഷത്ത് പറയുകയാണ്, അതേ ആനന്ദം ശതഗുണീഭവിച്ച് ബ്രഹ്മാവിൻ്റെ ആനന്ദം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. ഒരു യൂണിറ്റിൽ നിന്നേ ഇൻറ്റു 100 ആ ആനന്ദം ഗുരുവിനെ ആശ്രയിച്ച തത്വബോധം നേടിയ ആളുടെ ആനന്ദമാണ്. പിന്നെ ആനന്ദപ്രാപ്തിക്ക് വേണ്ടി പ്രപഞ്ചത്തെ ആശ്രയിക്കുക എന്നുള്ള വിഡ്ഢിത്തം ജയിക്കുക എന്നുള്ളതാണ് മായാസന്തരണത്തിനുള്ള ഉപായം. വൈരാഗ്യനിഷ്ഠ വിവേക ബോധ്യം. തസ്മാത് ഗുരും പ്രപദ്യേത ജിജ്ഞാസു ശ്രേയ ഉത്തമം ശബ്ദേ പരേ ച നിഷ്ണാദം ബ്രഹ്മണ്യുപശമാശ്രയം. അതുകൊണ്ട് എന്ത് വേണം? തസ്മാത് ഗുരും പ്രപദ്യേത, ഉത്തമ ഗുരുവിനെ പ്രാപിച്ചോളണം. ശബ്ദേ പരേച്ച നിഷ്ണാദം, ശ്രോത്രിയനായിട്ടുള്ള ഗുരുവിനെ. ശ്രോത്രിയനായ ഗുരു എന്ന് പറഞ്ഞാൽ ഗുരു പരമ്പരയുടെ അനുഗ്രഹം ലഭിച്ചിട്ടുള്ള ഗുരു. നമ്മൾ ആശ്രയിക്കുന്ന ഗുരുവിനൊരു ഗുരു ഉണ്ടായിരിക്കണം, ആ ഗുരുവിനൊരു ഗുരു ഉണ്ടായിരിക്കണം, ആ ഗുരുവിനൊരു ഗുരു ഉണ്ടായിരിക്കണം. അല്ലാതെ പൊട്ടി വീണ ഒരു ഗുരുവിനെ ആശ്രയിക്കരുതെന്നാണ് ശങ്കരാചാര്യ വളരെ സ്പഷ്ടമായിട്ട് പറയുന്നു. അസമ്പ്രദായവിത്ത് മൂർഖവത് ഉപേക്ഷണീയ. സാമ്പ്രദായികമായി വന്നിട്ടില്ലാത്തവനെ ദുഷ്ടനെ പോലെ ഉപേക്ഷിച്ചോളണമെന്ന്. അവിടെ പഠിക്കാൻ പോയാൽ അപകടം ഉണ്ടാവുന്ന. പിന്നെയോ ബ്രഹ്മനിഷ്ഠം, ഈ പ്രവചിക്കുന്ന തത്വത്തിൽ നിഷ്ഠയുള്ള ആൾ, ശ്രോത്രിയനും ബ്രഹ്മനിഷ്ഠനും, അനുഭവസമ്പന്നനായ പരമ്പരയിലുള്ള ഗുരുവിനെ. ശബ്ദേ പരേച്ച നിഷ്ണാദം ബ്രഹ്മണ്യുപശമാശ്രയം. അങ്ങനെയുള്ള ഗുരുവിനെ ആശ്രയിച്ചിട്ട് ഭഗവാന്റെ ജന്മകർമാദികളെക്കുറിച്ച്, ദിവ്യങ്ങളായ ജന്മകർമാദികളെക്കുറിച്ചൊക്കെ, ജന്മകർമ്മ ച മേ ദിവ്യം ഏവം യോ വേത്തി തത്വതഃ ത്യക്ത്വാ ദേഹം പുനർജന്മ നൈതി മാമേതി സോർജുന. ഭഗവാന്റെ ദിവ്യങ്ങളായിട്ടുള്ള ജന്മകർമ്മങ്ങളെക്കുറിച്ച് അറിയുന്നവൻ ഈ ശരീരത്തെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ പുനർജന്മത്തെ പ്രാപിക്കില്ല, ഭഗവാനെ തന്നെ പ്രാപിക്കും. കേട്ടില്ലേ? എന്താണ് ഭഗവാന്റെ പുണ്യജന്മകർമ്മം? ശങ്കരാചാര്യർ ഭഗവത്ഗീത ഭാഷ്യത്തിൽ വ്യക്തമാക്കി തരും. എന്താണ് പുണ്യജന്മം? പുണ്യജന്മം എന്ന് പറയുന്നത് സകല ഭൂതജാലങ്ങളുടെയും ഈശ്വരനാണെങ്കിലും ജനിമൃതിയില്ലാത്തവനാണെങ്കിലും മായയെ തൻ്റെ വരുതിയിൽ വെച്ചുകൊണ്ട് ജനിക്കുന്നവനെന്ന പോലെ, അവതരിച്ചവനെന്ന പോലെ
ലോകാനുഗ്രഹത്തെ ചെയ്യുന്നവൻ എന്ന പോലെ പ്രകാശിതമാവുന്നു. ഇതാണ് ഭഗവാന്റെ പുണ്യ ജന്മം. അജോപി സന്നവ്യയാത്മാ ഭൂതാനാമീശ്വരോപി സൻ പ്രകൃതിം സ്വാമധിഷ്ഠായ സംഭവാമ്യാത്മമായയ. ഇനി പുണ്യകർമ്മം എന്താണ്? അവതാര ലക്ഷ്യം. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ. 3 അവതാര ലക്ഷ്യങ്ങൾ ഭഗവാന്റെ പുണ്യകർമ്മം. ഇത് രണ്ടും കേട്ടാൽ മുക്തിയായി. തച്ചിന്തനം, തത്കഥനം, അന്യോന്യം തത് പ്രബോധനം. അത് തന്നെ ചിന്തിക്കുക, അതിനെക്കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, അതിങ്ങനെ മനനം ചെയ്യുക. ബസ് എളുപ്പമല്ലേ? ഇങ്ങനെ മായാസന്തരണ ഉപായം. അടുത്ത ചോദ്യം എന്താണ്? 5ാമത്തെ ചോദ്യം. നാരായണൻ എന്ന പേരുള്ള പരമാത്മാവിൻ്റെ വൈഭവത്തെ വിസ്തരിക്കണം. ബ്രഹ്മത്തിൻ്റെ പരമാർത്ഥ സ്ഥിതി എന്താണെന്ന് വർണ്ണിച്ചു തരണം എന്ന് പ്രാർത്ഥിച്ചു. അതിന് ഉത്തരം പറഞ്ഞതാകട്ടെ പിപ്പലായനാണ്. സ്ഥിത്യുദ്ഭവ പ്രളയഹേതുരഹേതുരസ്യ യസ്വപ്നജാഗര സുഷുപ്തിഷു സദ്ബഹിശ്ച ദേഹേന്ദ്രിയാസു ഹൃദയാനി ചരന്തി യേന സഞ്ജീവിതാനി തതവൈഹി പരം നരേന്ദ്ര. ഹേ നരേന്ദ്ര, നാരായണൻ ആരാണെന്ന് മനസ്സിലാക്കിക്കോളൂ എന്ന് പിപ്പലായനൻ. ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സ്ഥിതി, നിലനിൽപ്പ്, ഉദ്ഭവം, ആരംഭം, ഉറവിടം, പ്രളയം, ഒടുവിലുള്ള വിലയനം, ഹേതുഹു, ഇതിനൊക്കെ കാരണമായിട്ടുള്ളവൻ ഒരേ സമയത്ത്, എന്നാൽ കാരണമല്ലാത്തവനും. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഭൂമിയിൽ രാവും പകലും ഉണ്ടാവുന്നുണ്ട്. അതിന് കാരണം സൂര്യനാണ്. പക്ഷേ സൂര്യനിൽ രാവും ഇല്ല, പകലും ഇല്ല. ഇതുപോലെ സർവേശ്വരനാണ് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി ലയങ്ങൾക്ക് മുഴുവൻ കാരണമെന്ന് ഇവിടെ നിന്ന് നോക്കുമ്പോൾ തോന്നുമെങ്കിലും ഭഗവാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. വാസ്തവത്തിൽ ഈ ഒരു വിസ്മയാവഹമായ തത്വം, മിസ്റ്റിക്കായിട്ടുള്ള തത്വമാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ മുഴുവൻ പ്രപഞ്ചത്തിൻ്റെയും സൃഷ്ടിസ്ഥിതി ലയങ്ങളെ ചെയ്യുന്നവനാണ് നാരായണൻ എന്ന് പറഞ്ഞാൽ ആ നാരായണൻ എവിടെയോ ഇരിക്കുന്നു എന്ന് കരുതണ്ട. യസ് സ്വപ്ന ജാഗര സുഷുപ്തിഷു സദ്ബഹിശ്ച. നമ്മുടെ ഉള്ളിൽ അന്തര്യാമിയായിരുന്നുകൊണ്ട് ജാഗ്രത സ്വപ്ന സുഷുപ്തികളെയൊക്കെ അറിയുന്നവനാണ് ഭഗവാൻ. സംവിധാനം ചെയ്യുന്നവനാണ് ഭഗവാൻ. ദേഹേന്ദ്രിയാസു ഹൃദയാനി ചരന്തി യേന സഞ്ജീവിതാനി തദവേഹി. ശരീരേന്ദ്രിയ മനോബുദ്ധികളൊക്കെ പ്രവർത്തിക്കുന്നത് ധ്രുവൻ സ്തുതിച്ചതുപോലെ യാതൊരു തത്വത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. നാരായണൻ. ഇങ്ങനെ നാരായണനെ സംബന്ധിച്ച് നിഷേധാവധിയാണ്. എല്ലാം നിഷേധിച്ചു എന്നാലും ഒന്നൊന്നായി എണ്ണി എണ്ണി ഒടുവിൽ ദൃക് സ്വരൂപൻ. അങ്ങനെയാണ് നാരായണൻ എന്ന് വ്യക്തമാക്കുന്നുണ്ട്. അജ്ഞാന അന്ധകാരം അകന്നവന് സൂര്യതുല്യം ഈ നാരായണ വൈഭവം മനസ്സിലാക്കാൻ സാധിക്കുമെന്നും പിപ്പലായൻ ആശ്വസിപ്പിക്കുന്നു. അടുത്തത് 6ാമത്തെ ചോദ്യം കർമ്മയോഗത്തെക്കുറിച്ചുള്ള അന്വേഷണമാണ്. അതിന് ആവിർഹോത്രനാണ് ഉത്തരം പറയുന്നത്. നൈഷ്കർമ്മ്യം കൊണ്ട് ഭഗവാനെ പ്രാപിക്കുന്ന ചിത്തശുദ്ധി പ്രകാരം പറഞ്ഞു തരണം എന്നൊക്കെ വിസ്തരിച്ച് ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. ഇത് പരമരഹസ്യമാണെന്ന് ഞാൻ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ആവിർഹോത്രം പറയുന്നു, സകല കർമ്മങ്ങൾക്കും വേദമാണ് പ്രമാണം. വേദോക്തമേവ കുർവാണോ നിസ്സംഗോ അർപ്പിതമീശ്വരേ നൈഷ്കർമ്മ്യം ലഭതേ സിദ്ധിം രോചനാർത്ഥ ഫലശ്രുതി. വേദങ്ങളിൽ ഉപദേശിച്ച കർമ്മങ്ങളൊക്കെ ഫലശ്രുതിയോടെയാണ് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. വേദങ്ങൾ ആരെയാണ് അഭിസംബോധന ചെയ്യുന്നത്? എനിക്ക് ഫലം വേണമെന്ന ആഗ്രഹമുണ്ട്, പക്ഷേ ചെയ്യുന്നതൊക്കെ ദുഷ്കർമ്മങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഫലം ഇവിടെ തരാം, നിങ്ങൾ സത്കർമ്മങ്ങൾ ചെയ്യാൻ വരൂ എന്നാണ് വേദം ക്ഷണിക്കുക. അങ്ങനെ വേദങ്ങളിൽ ഉപദിഷ്ടമായിട്ടുള്ള കർമ്മങ്ങൾ ഫലപ്രതീക്ഷയോടെ ചെയ്ത് പോകെ പോകെ മനസ്സിൽ നിന്ന് ഫലാസക്തി ക്രമേണ ഒഴിഞ്ഞു പോവും. അത് നമുക്കൊക്കെ അനുഭവമാണല്ലോ.
ഇപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഔട്ട് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ലവ്, സ്നേഹം കൊണ്ടും നന്ദി കൊണ്ടും ഒക്കെയാണ് എന്ന് വരുന്നു, അല്ലാതെ എനിക്കൊന്നും വേണ്ടിയിട്ടല്ല. ആ തരത്തിലുള്ള നൈഷ്കർമ്മ്യം, ആ തരത്തിലുള്ള ഒരു ഫലപ്രതീക്ഷയില്ലാത്ത കർമ്മം ചെയ്യുന്നത് കൊണ്ടുണ്ടാവുന്ന അവസ്ഥയാണ് നൈഷ്കർമ്മ്യം. നൈഷ്കർമ്മ്യം എന്ന് പറയുന്ന ഒന്നും ചെയ്യാതിരിക്കലല്ല, കർത്തൃത്വ ഭോക്തൃത്വ ബുദ്ധി ഉപശമിക്കുന്ന അവസ്ഥയാണ്. അതിനെ കർമ്മം എന്ന് പറയാൻ പറ്റാത്തത് കൊണ്ട് നൈഷ്കർമ്മ്യം എന്ന് പറയുന്നു. മന്ത്രോപാസനയും ബിംബങ്ങളിലും അഗ്നിയിലും സൂര്യനിലും ജലത്തിലുമൊക്കെ അതുപോലെ അതിഥികളിലുമൊക്കെ ഭഗവാനെ കണ്ട് ആരാധിക്കുന്ന ക്രിയായോഗമാണ് ഇവിടെ വിസ്തരിക്കുന്നത്. പക്ഷേ അന്യത്ര ഭഗവത്ഗീതയിലും മറ്റുമൊക്കെ സ്വധർമ്മത്തെ തന്നെ ഈശ്വര ആരാധനയായിട്ട് ചെയ്യാനുള്ള ആഹ്വാനം തരുന്നുണ്ട്. അതൊക്കെ കർമ്മയോഗമായിട്ട് മനസ്സിലായിക്കൊള്ളണം. ഇപ്പം കർമ്മയോഗത്തിൻ്റെ മർമ്മം എന്ന് പറയുന്നത് ആനന്ദവും സ്വാതന്ത്ര്യവും ശാന്തിയും നിർഭയതയും വിഷയലോകത്തെ ആശ്രയിച്ചാൽ ലഭിക്കില്ല. അതുകൊണ്ട് ആ ആശ്രയത്വം ഒഴിവാക്കുക, ഈശ്വര ആരാധനയായിട്ട് ചെയ്യുക. ഇതാണ് കർമ്മയോഗത്തിൻ്റെ രഹസ്യം. ഏഴാമത്തെ ചോദ്യം, ഏതേത് രൂപത്തിൽ ഭഗവാൻ അവതാരമെടുത്തിരിക്കുന്നു? ഭഗവാന്റെ അവതാരങ്ങളെക്കുറിച്ച് പറയാമോ? അതിനുത്തരം പറയുന്ന ദ്രുമളൻ പറയുന്നു, ഭഗവാന്റെ അവതാരങ്ങളുടെ എണ്ണം വർണ്ണിച്ച തീരില്ല. ഊഴിയിലെ മണൽത്തരികൾ ഒരുപക്ഷെ എണ്ണി തീർക്കാൻ സാധിച്ചേക്കും, ആകാശത്തിലെ നക്ഷത്ര കോടികളെ എണ്ണി തീർക്കാൻ സാധിച്ചേക്കും. പക്ഷേ ഭഗവാന്റെ അവതാരങ്ങൾ എണ്ണി തീർക്കാൻ പറ്റില്ല. എന്താ കാരണം? നമ്മളൊക്കെ ഭഗവാന്റെ അവതാരങ്ങളാണ്. ഓരോരോ അവതാരം ഇതൊക്കെ എണ്ണിയെടുത്താൽ എവിടെയാ തീരാൻ ചോദിക്കുക. അതുകൊണ്ട് പക്ഷേ എന്താണ് അവതാരം എന്നുള്ളതൊക്കെ വിശദീകരിക്കുന്നു. പഞ്ചഭൂതാത്മകമായ വിരാട് പുരുഷനിലേക്ക് ഭഗവാൻ ത്രിമൂർത്തികളായിട്ട് പ്രവേശിച്ചതും സൃഷ്ടിസ്ഥിതിലയങ്ങളൊക്കെ നിർവഹിക്കുന്നതും തപോമൂർത്തികളായ നരനാരായണന്മാര് മൂർത്തിയിൽ ധർമ്മന്റെ പുത്രന്മാരായിട്ട് അവതരിച്ച കാര്യം, ബ്രഹ്മോപദേശത്തിന് ഹംസാവതാരമെടുത്ത കാര്യം, ദത്താത്രേയനും സനകാദികളും മത്സ്യാദി അവതാരങ്ങളും ഇതൊക്കെ അവിടെ വിസ്തരിച്ച് ഉപദേശിക്കുന്നുണ്ട്. സന്ദേശം ഇതാണ്: എല്ലാം ഭഗവത് അവതാരമായി കാണാനും ആരാധിക്കാനും നമസ്തേ എന്ന് ലളിതമായി തൊഴുന്നത് മുതൽ നമ്മുടെ ചെയ്തികളെ കൊണ്ട് സർവവ്യാപിയായ നാരായണനെ ആരാധിക്കുന്ന പ്രക്രിയയിലേക്ക് ഉയരുകയും വേണം. അതിനുവേണ്ടിയാണ് ഈ ചോദ്യോത്തരം. അടുത്ത ചോദ്യം വളരെ രസകരമാണ്. എട്ടാമത്തെ ചോദ്യം, ഹരിഭജനമില്ലാത്തവരുടെ ഗതി എന്താവും? ഉത്തരം നമുക്ക് എല്ലാവർക്കും അറിയാം, അധോ ഗതി. അക്കാര്യം വിസ്തരിച്ച് പറയുന്നത് ചമസനാണ്. സകല പ്രപഞ്ചത്തിൻ്റെയും പ്രഭുവും നിയാമകനുമായ വിരാട് പുരുഷനെ ഭജിക്കാത്തവർ സ്ഥാനഭ്രഷ്ടരായിട്ട് അധപ്പതിക്കും. ഈ പ്രപഞ്ചത്തിന് അതിൻ്റെതായിട്ടുള്ളൊരു വ്യവസ്ഥയില്ലേ, അത് പാലിച്ചാലേ സുസ്ഥിതി ഉണ്ടാവുള്ളൂ, സാക്ഷാത്കാരം ഉണ്ടാവുള്ളൂ. ഏവം പ്രവർത്തിതം ചക്രം നാനുവർത്തയതീഹയ അഘായുരിന്ദ്രിയാരാമ മോഘം പാർത്ഥ സജീവതി. 3-ാം അധ്യായത്തിൽ ഭഗവാൻ പറയും, ഈ പ്രപഞ്ചത്തിനൊരു വ്യവസ്ഥയുണ്ട്, ആ വ്യവസ്ഥയെ അനുസരിക്കാത്തവർ മോഘം പാർത്ഥ സജീവതി, അവരുടെ ജീവിതം വ്യർത്ഥമാണ്. അങ്ങനെ നാരായണ കീർത്തനമില്ലാതെ നാരായണ കഥ കേൾക്കാത്തവരായിട്ട് വളരുന്നവരൊക്കെ അധോഗതി. അവരോട് അനുകമ്പ കാണിക്കുന്നതാണ് നല്ലത്. അവർ പലരും പക്ഷേ പണ്ഡിതമന്യന്മാരായിട്ട് ഞാൻ വലിയ പണ്ഡിതനാണ് എന്നുള്ള നിലയിൽ വേദവാക്യങ്ങളെയൊക്കെ തെറ്റായി ഉദ്ധരിച്ച് യഥാർത്ഥ ഭക്തന്മാരെയൊക്കെ പരിഹസിക്കുന്ന രീതിയിലൊക്കെ വ്യവഹരിക്കൂട്ടോ, അതൊക്കെ സൂക്ഷിക്കണം. ഇവരുടെ എല്ലാ ചിന്തകളും സങ്കല്പങ്ങളും ഇച്ഛകളും പ്രവൃത്തികളും വാക്കുകളും ഭോഗാധിഷ്ഠിതമായിരിക്കും. അതാണ് ലക്ഷണം. അങ്ങനെയുള്ളവരുമായിട്ടുള്ള സംഘം അത് ദോഷം ചെയ്യും എന്നും ഓർമ്മിപ്പിക്കുന്നു. അവരുടെ ഗതി എന്താണ്? അസുര്യാനാമ തേ ലോക അന്ധേന തമസാവൃത താംസ്തേ പ്രേത്യാഭിഗച്ഛന്തി ഏകേ ചാത്മഹനോജനാ എന്ന് ഉപനിഷത്ത് പറയുന്നു. അവർ ആത്മസൂര്യൻ്റെ അനുഗ്രഹവും പ്രകാശവും ഇല്ലാത്ത ഇരുട്ടിൻ്റെ ലോകങ്ങളിൽ, നരകങ്ങളിൽ ചെന്ന് ചേരും.
ഈ നരകം എന്ന് പറയുന്നത് പുറത്തുള്ള ഭൗതിക സമൃദ്ധിയൊന്നും വെച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതല്ല കേട്ടോ. ഓരോരുത്തരുടെയും ഉള്ളിലുള്ള നരകം തന്നെയാണ് നിഗൂഢ നരകം. ആ നരകത്തിൽ അവർ പചിക്കപ്പെടും എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. ഒടുവിലത്തെ ചോദ്യം, ഓരോരോ യുഗങ്ങളിലും ഏതേത് പ്രകാരത്തിലാണ് ഭഗവാന്റെ ആരാധന നിർവഹിക്കേണ്ടത് എന്ന ചോദ്യത്തിന് ഉത്തരം പറയുന്നത് കരഭാജൻ എന്ന 9ാമത്തെ ഋഷീശ്വരനാണ്. കൃതതേത ദ്വാപര കലിയുഗങ്ങളിലൊക്കെ നാനാവിധം നിറമുള്ളവര്, പേരുള്ളവര്, ആകൃതിയുള്ളവരൊക്കെ ആയിട്ടാണ് ഭഗവത് അവതാരങ്ങൾ പൂജിക്കപ്പെടുന്നത് എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. അത് കൃതയുഗത്തിലാണെങ്കിൽ 4 കൈയുണ്ടാവും, ജടയും മാന്തോലും കൃഷ്ണചർമ്മവും പൂണൂലും ജപമാലയും ദണ്ഡവും ജലപാത്രവും ഒക്കെ, ബ്രഹ്മചാരി വേഷത്തിൽ വാമന പ്രഭു, ഇങ്ങനെയൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ സമയപരിധിയുള്ളത് കൊണ്ട് സ്വാമി വിസ്തരിക്കുന്നില്ല. അതിൻ്റെ സന്ദേശം എന്താണെന്നറിയാമോ? ഇപ്പം നമ്മൾ കലിയുഗവാസികളാണല്ലോ, അതുകൊണ്ട് മറ്റു യുഗങ്ങളിലെ ആരാധനയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് മനസ്സിലാക്കാം. അതുകൊണ്ട് വേറെ ഗുണമുണ്ട്, സൂക്ഷ്മമായിട്ട് അതിലേക്ക് ഇപ്പം കടക്കുന്നില്ല. കാരണം എല്ലാ യുഗങ്ങളും നമ്മുടെ മനസ്സിലുണ്ട് എന്ന പ്രകാരത്തിലുള്ള വ്യാഖ്യാനമുണ്ട്, അതിരിക്കട്ടെ. പക്ഷെ ഇവിടെ എന്താ പ്രത്യേകത? കലിയുഗത്തിൽ ധ്യായൻ കൃതേ ജപേ യജ്ഞൈ ത്രേതായാം ദ്വാപരേ അർച്ചയൻ യദാപ്നോതി തദാപ്നോതി കലൗ സങ്കീർത്തിയ കേശവം. ഓരോരോ യുഗങ്ങളിലും ചെയ്യുന്ന ആരാധനാ വിശേഷങ്ങളെ കൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങളൊക്കെ ഈ കലിയുഗത്തിൽ നാരായണ നാമജപം കൊണ്ട്, ഭഗവൻ നാമജപം കൊണ്ടുണ്ടാവും. ഇത് പറഞ്ഞാണ് അവസാനിപ്പിച്ചിരിക്കുന്നത്. പോരേം ചോദിക്കുക. സ്വപാതമൂലം ഭജത പ്രിയസ്യ ത്യക്താന്യഭാവസ്യ ഹരിപരേശഃ വികർമ്മയച്ചോത്പതിതം കഥഞ്ചിത് ധുനോതി സർവം ഹൃദി സന്നിവിഷ്ടഃ. സർവേശ്വരനായ പ്രഭുവിനെ ആശ്രയിക്കുന്ന പ്രിയങ്കര ഭക്തന്മാര് തെറ്റുകളൊന്നും ചെയ്യില്ല, അഥവാ ചെയ്താലും ഹൃന്നിവാസിയായ ഹരി ആ തെറ്റുകളെയൊക്കെ പരിഹരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിച്ചത്. എല്ലാം ശ്രവിച്ച നിമി യോഗി വര്യന്മാരെ പ്രണമിച്ചു. യോഗ്യവര്യന്മാരാവട്ടെ നന്നായി അനുഗ്രഹിച്ച ശേഷം എല്ലാവരും കാണുകെ അപ്രത്യക്ഷരായി. നിമി ചക്രവർത്തിയാകട്ടെ ഈ ഭാഗവത ധർമ്മത്തെ അനുസരിച്ച് തത്വനിഷ്ഠ നേടി പരമഗതി പുൽകി. ഹരിപുത്രനായി പിറന്നത് ഹേ വസുദേവരെ, ദേവകി മാതാവേ നിങ്ങളിലാണ് എന്ന് നാരദര് ഈ കഥയ്ക്ക് ശേഷം വസുദേവരെയും ദേവകി മാതാവിനെയും നന്നായിട്ട് അഭിനന്ദിച്ചു. യശോവർദ്ധനവും ശുദ്ധിയും ഒക്കെ നിങ്ങൾക്ക് ഇതുമൂലം ഉണ്ടായിരിക്കുന്നു. ഇനി കൃഷ്ണമഹത്വം അറിഞ്ഞ് മുക്തി നേടൂ എന്ന് നാരദർ അനുഗ്രഹിച്ചതിന് പ്രകാരം ഏതശ്രുത്വാ മഹാഭാഗോ വാസുദേവോതി വിസ്മിതഃ ദേവകീ ച മഹാഭാഗ ജഹദുർമോഹമാത്മനഃ. ഇപ്രകാരം നാരദരിൽ നിന്ന് തത്വോപദേശം കേട്ട ദേവകിയും വസുദേവരും തത്വജ്ഞാനനിഷ്ഠരായിട്ട് മോഹത്തെ അതിക്രമിച്ചവരായി. ഫലശ്രുതിയായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നു, ഈ നിമി നവയോഗി സംവാദം കേൾക്കുന്നവർക്കും ബ്രഹ്മഭൂയായ കൽപ്പതേ, അത് ബ്രഹ്മസാക്ഷാത്കാരത്തിന് യോഗ്യത നൽകി അനുഗ്രഹിക്കും. അതുകൊണ്ട് ഈ ശ്രവണം വളരെ സുഹൃതമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് 5ാമത്തെ അധ്യായം ഉപസംഹരിച്ചിരിക്കുന്നത്. ഭാഗവത തത്വവിചിന്തനത്തിൻ്റെ ഈ സത്രത്തിൽ ഒരിക്കൽ കൂടി വന്നു ചേരാനും നിങ്ങളെ അഭിസംബോധന ചെയ്യാനും അവസരം ലഭിച്ചതിൽ സന്തോഷം. സംഘാടകരോടുള്ള കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ടും അധ്യക്ഷനായി പരിലസിക്കുന്ന സ്വാമിജി മഹാരാജിൻ്റെ തൃപ്പാദങ്ങളിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ടും ഏവരിലും സന്നിഹിതമായിട്ടുള്ള ഭഗവത് തത്വത്തിന് മുമ്പിൽ സാദര പ്രണാമം അർപ്പിച്ചുകൊണ്ടും ഉപസംഹരിക്കുന്നു. ഹരി. ആസക്തി കൊണ്ടും ആർത്തിയുമില്ലാതെ ഒന്നിലും ലോപിക്കാതെ നിർമോഹത്തോടെ ഒന്നായ ഭഗവാനെ നേരിൽ കാണുന്നതുപോലെ യോഗീവാണികൾ വിവരിക്കുന്ന ഭാഗവത കുസുമങ്ങൾ എന്ന ശീർഷകത്തിൽ
11-ാം സ്കന്ധം 2 മുതൽ 5 വരെയുള്ള അധ്യായങ്ങളെ ആധാരമാക്കി സ്വാമി അധ്യാത്മാനന്ദ സരസ്വതിജി മഹാരാജ് അവതരിപ്പിച്ച തത്വപ്രവചനമാണ് നാം ഇതുവരെ ശ്രവിച്ചത്. അങ്ങയുടെ വാണി പ്രവാഹത്തിനു മുൻപിൽ 22ാമത് ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രസമിതിയും ശ്രോതാക്കളും ശതകോടി പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. കൃപയാ